ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدا عبده ورسوله ورسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل جاء الحق وزهق الباطل إن الباطل كان زهوقا وقد قال النبي صلى الله عليه وسلم يد الله على الجماعة يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. സമാദരനായ യോഗാധ്യക്ഷൻ സയ്യിദ് പി എം മുസ്തഫ തങ്ങൾ പകരം ഈ വേദിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കേണ്ട പ്രിയങ്കരനായ സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷൻ ജില്ലാ ഉപാധ്യക്ഷൻ കൂടിയായ സയ്യിദ് ഫഖറുദ്ദീൻ തങ്ങളുടെ വേദിയിലുള്ള വിവന്യനായ SKS സംസ്ഥാന സെക്രട്ടറി PM റഫീഖ് അഹമ്മദ്, പ്രിയങ്കരനായ ഹക്കീം ഫൈസി കാളാട് അടക്കം വേദിയിലും സദസ്സിലുമായിട്ടുള്ള പണ്ഡിത മഹത്തുക്കളെ, കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിൻ്റെ അഡ്മിറ്റനായ നൂറുദ്ദീൻ തങ്ങൾ, മൻസൂർ ചമാട്, നല്ലവരായ രക്ഷിതാക്കളെ, കർമ്മോത്സുകരായ വിദ്യാർത്ഥി യുവജന സഹോദരങ്ങളെ, പ്രിയപ്പെട്ട ഈ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന നല്ലവരായ ശ്രോതാക്കളെ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിലൂടെ ഈ സംരംഭം സാഗോദം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ക്ലാസ് റൂമിലെ നല്ലവരായ ശ്രോതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒത്തുകൂടലും നാം പറയുന്നതും കേൾക്കുന്നതുമൊക്കെ സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ. നമ്മെ നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, നമ്മോട് ബന്ധപ്പെട്ടവർ, നമ്മെ സഹായിച്ചവർ, നമ്മെ സ്നേഹിച്ചവർ, നമ്മോട് സഹകരിച്ചവർ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ എല്ലാവരെയും അല്ലാഹു സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്നും അവരിൽ നിന്നും മരണപ്പെട്ടവരുടെ ഖബർ ജീവിതം അല്ലാഹു സന്തോഷത്തിലും റാഹത്തിലുമാക്കി തീർക്കട്ടെ. ബിഹഖി നബിയ്യിനൽ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ബഹുമാനികളെ, SKSF പകരശാഖ ഷംസുല്ലമ സ്മാരക ഇസ്ലാമിക് സെന്ററിന്റെ വാർഷിക സമ്മേളനത്തിലാണ് നാം ഒത്തുകൂടിയിരിക്കുന്നത്. ഇതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കേണ്ടത് ബഹുമാനപ്പെട്ട ഫഖറുദ്ദീൻ തങ്ങളാണ്. ഈ നാടിന്റെ അഭിമാനമായ, ഈ നാടിന്റെ എന്നല്ല SKSF സമരത്തിന് അഭിമാനമായി മാറിയ നല്ലൊരു പ്രഭാഷകനും ഒട്ടേറെ ആത്മീയ സദസ്സുകൾക്ക് നേതൃത്വം നൽകുന്ന എൻ്റെ പ്രിയപ്പെട്ട നേതാവ് കൂടിയായ ബഹുമാനപ്പെട്ട ഫഖറുദ്ദീൻ തങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ അനുമതിയോടുകൂടെയാണ് ഉദ്ഘാടനത്തിന് മുമ്പ് തന്നെ ഒരു വിഷയാവതരണം നടക്കട്ടെ എന്ന നിലക്ക് ഞാൻ എണീറ്റ് നിന്നത്. അത് വകയുടെ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണമെന്ന് തങ്ങളോട് ആദ്യമായി അഭ്യർത്ഥിക്കുകയാണ്. ബഹുമാന്യനായ മുഹമ്മദ് രാമന്തള്ളിയും ഓണംപള്ളി ഉസ്താദും ഇസ്മായിൽ സക്കാഫി അടക്കമുള്ളവരൊക്കെ ഏതാനും നിമിഷങ്ങൾക്ക് ഇവിടെ എത്തിച്ചേരുന്നതിൻ്റെ മുമ്പ് അല്പം ചില കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അള്ളാഹു നല്ലത് പറയാനും ജീവിതത്തിൽ പകർത്താനും നമുക്കെല്ലാവർക്കും സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. പൈതൃകത്തിന്റെ 15ാം നൂറ്റാണ്ട് എന്ന പ്രമേയത്തിലാണ് ഈ സമ്മേളനം ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ മറ്റാർക്കുമില്ലാത്ത വിധം
15 നൂറ്റാണ്ടിന്റെ പാരമ്പര്യം പറയാൻ കഴിയുന്ന കേരളത്തിലെ ഏക മതസംഘടനയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്നത്. എന്റെ പ്രിയപ്പെട്ട പ്രവർത്തകന്മാരുള്ള സ്ഥലങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തി പരമാവധി സംഘാടകരോട് സഹകരിച്ചിരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. റോട്ടിലാരും നിന്നും മറ്റുള്ള വാഹനങ്ങൾക്കൊന്നും തടസ്സമില്ലാത്ത വിധം എല്ലാവരും സഹകരിക്കണമെന്ന്. കുറച്ചാളുകൾക്ക് ഇവിടെ സ്റ്റേജിന്റെ ഈ വലതുവശത്തിരിക്കാം. ഇവിടെ ഇരുന്നാലും സ്ക്രീനും കാണാൻ കഴിയും, പ്രസംഗം നേരിട്ട് കേൾക്കാൻ കഴിയും. കുറച്ചാളുകൾ ഇങ്ങോട്ട് പോന്നാൽ മറ്റുള്ള വാഹനങ്ങൾക്ക് പ്രയാസമില്ലാത്ത രീതിയിൽ പോകാൻ കഴിയും. ഇരിക്കുന്ന ആളുകളൊക്കെ കസേരയെടുത്ത് ഒന്നൊരൽപ്പം മുന്നോട്ട് കയറി നിൽക്കുക. സംഘാടകർ പ്രതീക്ഷയിലേറെ ജനപങ്കാളിത്തമുണ്ടായതുകൊണ്ട് തന്നെ അവരുടെ പ്രതീക്ഷകളൊക്കെ തെറ്റിയിരിക്കുകയാണ്. നിങ്ങളൊക്കെ സഹകരിക്കണം. റോട്ടിൽ നിൽക്കുന്ന കുറച്ചാളുകളൊക്കെ ഈ വലതു ഭാഗത്തേക്ക് സ്റ്റേജിന്റെ വലതു ഭാഗത്ത് വന്നാൽ ഇവിടെ സ്റ്റൂളുണ്ട്, ഇരിക്കാനുള്ള സംവിധാന സംഘാടകർ ഒരുക്കിയിട്ടുണ്ടെന്ന് കൂടി സന്ദർഭമായിട്ട് ഉണർത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട നൂറുദ്ദീൻ ഞങ്ങൾ അല്പസമയത്തിനകത്ത് തന്നെ തിരിച്ചെത്തും. അത് നാട്ടിൽ ഇശാ ബാങ്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നാട്ടിൽ നിന്നാണല്ലോ ലൈവ്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ ആളുകളും കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിലേക്ക് പരമാവധി ആളുകളെ ക്ലാസ് റൂമിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക. ഇൻഷാ അല്ലാഹ്. അപ്പൊ എത്രയും പെട്ടെന്ന് ആളുകളെ ക്ലാസ് റൂമിലേക്ക് എത്തിക്കുക. മറ്റ് പല ടെസ്റ്റുകളും നമ്മൾ കാണും, അതൊന്നും ആരും ശ്രദ്ധിക്കണ്ട. പകരോടെ നാട്ടിൽ നിന്നാണ് നമുക്കിന്ന് മറ്റൊരു ലൈവ് കൂടി നടക്കേണ്ടതായിരുന്നു. അപ്പൊ അതുകൊണ്ട് കഴിവിന്റെ പരമാവധി ആളുകളെ കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിലേക്ക് ആളുകളെ എത്തിക്കുക. നമ്മൾ പകരയുടെ സ്വപ്നജീവിയുടെ നാട്ടിൽ നിന്നും നമ്മൾ കേൾപ്പിക്കുന്ന ഈ ലൈവ് നിരവധി ആളുകളാണ്, അവിടെ ആളുകൾ നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ് എന്നാണ് ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ സംസാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലായത്. മറ്റ് പല വിഘടിതരായ ആളുകളും പല റൂമിലേക്കും ഇൻവൈറ്റ് ചെയ്യുന്നത് ശ്രദ്ധിക്കുക. നമ്മുടെ റൂമിലേക്ക് ആളുകളെ പ്രത്യേകം ആളുകളെ എത്തിക്കാൻ എല്ലാവരും ശ്രമിക്കുക. പരമാവധി ആളുകളെ കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിലേക്ക് എത്തിക്കാൻ കഴിവിന്റെ പരമാവധി ആളുകളെ റേഡിയോയിലും എല്ലാം ശ്രമിക്കുക. ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട തങ്ങൾ അവരുകളെ റൈസാൻ ചെയ്യും. അല്പസമയത്തിനകം തന്നെ നാട്ടിൽ ഇശാ ബാങ്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് കൊണ്ട് മൈക്ക് റിലീസ് ചെയ്തതാണ്. ബഹുമാനപ്പെട്ട തങ്ങളെ അതുപോലെ തന്നെ കുണ്ടൂരിൽ നിന്നുള്ള ഒരു ലൈവ് കൂടെ നമുക്ക് ഇന്ന് വരേണ്ടതായിരുന്നു. പക്ഷെ രണ്ടും ഒരേ സമയത്തായത് കാരണം അത് ഇൻഷാ അല്ലാഹ് നമുക്ക് പ്രാധാന്യമുള്ള ഇത് തന്നെയാണ് എല്ലാം. ഏതായിരുന്നാലും ഒരേ സമയത്ത് തന്നെ എന്നുള്ളത് കൊണ്ട് നമുക്ക്
ഇപ്പോൾ പകരയിൽ നിന്നും സ്വപ്നജീവിയുടെ നാട്ടിൽ നിന്നും ബഹുമാനപ്പെട്ട സുന്നീസം ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിരവധി സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും സ്വപ്നം കാണുന്നുണ്ട്, പക്ഷെ അത് റിലീസ് ചെയ്യാൻ സമയമായിട്ടില്ല എന്നൊക്കെയാണ് അറിയിക്കുന്നത് പകര. ആ പകരയുടെ നാട്ടിൽ നിന്നാണ് നമുക്കിപ്പോൾ ലൈവ് എത്തിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ ആളുകളും പരമാവധി ആളുകളെ കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിലേക്ക് ഇൻവൈറ്റ് ചെയ്ത് എത്തിക്കാൻ എല്ലാവരും അവരുടെ കോൺടാക്ട് ലിസ്റ്റിലുള്ള ആളുകളെ പരമാവധി മറ്റു റൂമുകളിലൊക്കെ പോയി ക്ഷണിച്ചുകൊണ്ട് കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിലേക്ക് എത്തിക്കുക. സ്വപ്നജീവിയുടെ നാട്ടിൽ നിന്നും വ്യാജ മുടി അവതരിപ്പിച്ചുകൊണ്ട് പല പല സ്വപ്നങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്ന പകര എന്ന ആ പകര ഹസനിയുടെ നാട്ടിൽ നിന്നും പകരയെ ഇന്ന് ബഹുമാനപ്പെട്ട നൂറുദ്ദീൻ തങ്ങൾ രജിസ്ട്രാൻ ചെയ്തിരിക്കുന്നു. മൈക്ക് റിലീസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുതൽ അണമുറിയാത്ത പാരമ്പര്യവുമായി കേരളീയ മുസ്ലിമീങ്ങൾക്കിടയിൽ പൂർവികർ പ്രചരിപ്പിച്ച ഒരേ രാഷ്ട്രീയത്തിൽ ആദർശത്തിൽ നിൽക്കുന്ന ഒരേക മതസംഘടനയുണ്ടെങ്കിൽ, മതപ്രസ്ഥാനമുണ്ടെങ്കിൽ അത് സമസ്ത കേരള ജംഇയ്യത്തുൽ മാത്രമാണ്. മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളമൊക്കെ ഇന്നലകളിൽ തട്ടിക്കൂട്ടപ്പെട്ട പ്രസ്ഥാനമാണ്. പുതിയ ചിന്തകൾക്ക് വേണ്ടി, പുതിയ ആദർശങ്ങൾക്ക് വേണ്ടി, സ്വന്തം താൽപര്യങ്ങൾക്ക് വേണ്ടി പുതുതായി ഉണ്ടാക്കപ്പെട്ട പ്രസ്ഥാനങ്ങളാണ് കേരളത്തിലെ മറ്റു പ്രസ്ഥാനങ്ങളൊക്കെ. അവയുടെയൊക്കെ പാരമ്പര്യം ഏറിപ്പോയാൽ ഒരു നൂറ്റാണ്ടിന്റെ അടുത്ത് മാത്രമേ പറയാൻ നമുക്കിടയും. നമ്മെ സംബന്ധിച്ചിടത്തോളം പുണ്യനബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ വിശുദ്ധ ഇസ്ലാം കൊച്ചു കേരളത്തിൽ എത്തിച്ചേരുകയും സഹാബാക്കളും താബീങ്ങളും തബഉ താബീങ്ങളും അവരുടെ പിൻഗാമികളുമായി വളരെ ഭംഗിയായ രീതിയിൽ വിശുദ്ധ ഇസ്ലാം കേരളത്തിൽ പ്രചരിപ്പിക്കപ്പെടുകയുണ്ടായി. 1921 വരെ വലിയ തർക്കങ്ങളൊന്നുമില്ലാതെ, പറയത്തക്ക അഭിപ്രായ വ്യത്യാസങ്ങളൊന്നുമില്ലാതെ, അടിസ്ഥാനപരമായ സംഘടനാ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഒരേ ആശയത്തിൽ, ഒരേ ആദർശത്തിൽ കേരളീയ മുസ്ലിംകൾ മുന്നോട്ട് പോയി എന്ന് കേരളത്തിന്റെ ചരിത്രം പഠിക്കുമ്പോൾ ആർക്കും കണ്ടെത്താൻ കഴിയുന്ന ഒരു നഗ്നസത്യമാണ്. പക്ഷേ 1920-കൾക്ക് ശേഷം ഈ വളരെ നല്ല രീതിയിൽ കടന്നു വന്ന നൂറ്റാണ്ടുകളായി കൈമാറിപ്പോന്ന ആദർശത്തെ ചില ആളുകൾ ചോദ്യം ചെയ്യുകയും ഈ ആദർശങ്ങളൊന്നും ശരിയല്ല എന്ന് പറഞ്ഞ് കടന്നു വരികയും ചെയ്ത് വളരെ സ്നേഹത്തോടെ പോകുന്ന, ഐക്യത്തോടെ പോകുന്ന മുസ്ലിമീങ്ങൾക്കിടയിൽ ഭിന്നിപ്പിന്റെ ശബ്ദം കടന്നു വരികയാണ്. നിങ്ങളൊന്ന് ആലോചിച്ചു, 1920 വരെയുള്ള സുന്ദരമായൊരു കാലഘട്ടത്തെക്കുറിച്ച്. എത്ര നല്ലൊരു കാലഘട്ടമായിരുന്നത്! പ്രശ്നങ്ങളില്ലാത്ത, അഭിപ്രായ വ്യത്യാസങ്ങളില്ലാത്ത, സംഘടനാ പ്രശ്നങ്ങളൊന്നുമില്ലാത്ത, ഒരു വീട്ടിലെ വാപ്പയും മക്കളുമൊക്കെ ഒരു ആദർശത്തിന്റെ, ഒരാശയത്തിന്റെ ഉടമകളായി ജീവിച്ചിരുന്ന സുന്ദരമായൊരു കാലഘട്ടം. ഒരു പ്രദേശത്തൊരു പള്ളി മാത്രമുണ്ടായിരുന്ന സുന്ദരമായിരുന്ന കാലഘട്ടം. എല്ലാവരും ഒരേ ആശയത്തിന്റെ ഉടമകളായി ജീവിച്ചിരുന്ന നല്ലൊരു സുവർണ കാലഘട്ടം. എന്നാൽ 1921-കളിൽ ചില ആളുകൾ കടന്നു വന്നുകൊണ്ട് പറഞ്ഞു, ഇല്ല, ഈ പോക്ക് ശരിയല്ല, മുസ്ലിമീങ്ങൾ ആദർശമൊന്നും ശരിയല്ല, ഇവരൊന്നും യഥാർത്ഥത്തിൽ മുസ്ലിമീങ്ങളല്ല, മുശ്രിക്കുകളാണ്, കാഫിറുകളാണ്. നിങ്ങൾ അറിയണം ഇതിന്റെ ഗൗരവം. ഇന്നലകളിൽ കടന്നു വന്ന ആളുകൾ, വലിയ പാരമ്പര്യമൊന്നുമില്ലാത്ത ആളുകൾ പെട്ടെന്നൊരു വേളയിൽ കടന്നു വന്നുകൊണ്ട് പറയുന്നു, ഇതുവരെയുള്ള മുസ്ലിമീങ്ങൾ ജീവിച്ചു പോകുന്ന സുന്ദരമായ മാർഗത്തെക്കുറിച്ച് പറയുന്നു, അവരൊന്നും യഥാർത്ഥത്തിൽ മുസ്ലിമീങ്ങളല്ല, മുശ്രിക്കുകളാണ്, കാഫിറുകളാണ്. 1921 എന്ന് പറയുമ്പോൾ ഈ അടുത്ത കാലഘട്ടം, 100 വർഷം പോലും തികഞ്ഞിട്ടില്ല. ഇവരെ വാക്ക് കടമെടുത്ത് പറയുകയാണെങ്കിൽ 100 വർഷത്തിന്റെ അപ്പുറം ജീവിച്ചു പോയ നല്ലവരായ മുസ്ലിമീങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ പറയേണ്ടി വരും. അവരൊക്കെ മുശ്രിക്കുകളാണ്, കാഫിറുകളാണ്. ആ കാലഘട്ടത്തിൽ ജീവിച്ചവരോ എത്ര വലിയ മഹാന്മാരായിരുന്നു.
വെളിയങ്കോട്ടുമൽ കാളിയെ പോലെയുള്ള, മമ്പുറം തങ്ങളെപ്പോലെയുള്ള, മഹദൂമി പണ്ഡിതന്മാരെ പോലെയുള്ള ലോകം കണ്ട വലിയ മഹാരഥന്മാരായ പണ്ഡിതന്മാർ ജീവിച്ചു പോയൊരു കാലഘട്ടത്തെക്കുറിച്ചാണ് പറയുന്നത്. അവരൊന്നും ശരിയല്ല, അവരൊന്നും മുസ്ലിമീങ്ങളല്ല, മുശ്രിക്കുകളാണ്. ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ നേതൃത്വത്തിൽ രൂപീകൃതമായ ഈ ആശയങ്ങൾ, പൂർവികരെ പഠിപ്പിച്ചെന്ന ആശയങ്ങൾ സംഘടിതമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി രൂപീകൃതമായ പ്രസ്ഥാനമാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറയുന്ന മഹിതമായ പ്രസ്ഥാനം. സമസ്തയുടെ ആശയം മുമ്പുമുണ്ട്, ഇപ്പോഴുമുണ്ട്. പക്ഷേ സംഘടിത രീതിയിൽ കടന്നു വന്നത് 1921 ശേഷം. ഈ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ രൂപീകരിക്കപ്പെടേണ്ടത്. പക്ഷേ സമസ്ത കേരള ജമിയത്തുൽ ഉലമ പ്രതിനിധാനം ചെയ്യുന്ന ഈ ആശയം എന്ന് പറയുന്നത് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബാക്കളും പെൺമാരായ മഖ്ദൂമി പണ്ഡിതന്മാരും മമ്പ്രന്തങ്ങളും വെളിയങ്കോട്ടുമൽക്കാളി അടക്കം സൂഫിയാക്കളും മഹത്വക്കളും കാണിച്ചെന്ന മാർഗമാണ്. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, 15 നൂറ്റാണ്ടിന്റെ പാരമ്പര്യം പറയാൻ കേരളത്തിൽ ഒരേ ഒരു മതസംഘടനയുള്ളൂ, അത് ജമിയത്ത്. മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളൊക്കെ പൂർവികരെ തള്ളിപ്പറഞ്ഞ പാരമ്പര്യമാണ് അവർക്കുള്ളത്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഉസ്താദിനെ ഇങ്ങോട്ട് പിടിച്ചാൽ എന്റെ ഉസ്താദ് എന്നെ ഉസ്താദ്, അവിടുത്തെ ഉസ്താദ് ഇന്നാള്, ഇങ്ങനെ അങ്ങോട്ട് പിടിച്ചു കഴിഞ്ഞാൽ ഒരു കണ്ണി പോലും മുറിയാതെ അന്തസ്സോടെ അഭിമാനത്തോടെ നമുക്ക് പറയാൻ കഴിയും, അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് എത്തുന്ന പ്രസ്ഥാനമാണ്. കേരളത്തിലെ നേതൃത്വത്തിൽ മുജാഹിദ് എടുത്ത് നോക്കൂ നിങ്ങൾ. മുജാഹിദ് പ്രസ്ഥാനത്തിലെ അവരുടെ നേതാക്കന്മാരെ നമ്മൾ പരിചയപ്പെടുകയാണെങ്കിൽ അവരുടെ ഉസ്താദ് ആരാ? 1 or 2 ഉസ്താദുമാരെ മൗലവിമാരെ നമുക്ക് എണ്ണിക്കുക. പക്ഷെ അവിടുന്ന് അങ്ങോട്ട് പോയാലോ ഒക്കെ സുന്നികളാണ്. കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന് രൂപം നൽകിയ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സ്ഥാപക നേതാവ് ജനാബ് കെ മൗലവി. കെ മൗലവി തന്നെ ആരാ? അദ്ദേഹം തന്നെ പള്ളി ദർസുകളിൽ പഠിച്ച ആളായിരുന്നു. പള്ളി ദർസിന്റെ സന്തതിയാണ്. അഭിമന്യരായ ഉലമാക്കളിൽ നിന്ന് കിതാബോധി പഠിച്ച ആളായിരുന്നു സാക്ഷാൽ കെ മൗലവി. ഇപ്പൊ കെ മൗലവി പറയുന്ന ആദർശമാണ് ശരിയെന്ന് വന്നാൽ കെ മൗലവിയുടെ ഉസ്താദ് പോലും ശിർക്കിന്റെ ആളാണെന്ന് പറയേണ്ടി വരും, മുശ്രിക്കാണെന്ന് പറയേണ്ടി വരും, കാഫറാണെന്ന് പറയേണ്ടി വരും. ഇനി അതിലും വലിയ രസമെന്താ? ഇപ്പോഴത്തെ കെ എൻ എമ്മുകാർ പറയുന്നതാണ് ശരിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെ മൗലവിയും കാഫറാന്ന് പറയേണ്ടി വരും. ഇപ്പോഴത്തെ കെ എൻ എം അത് ഏത് ഗ്രൂപ്പായാലും വേണ്ടില്ല, ഒരുപാട് ഗ്രൂപ്പുകളാണ്. ജിന്നൂരികൾ ഒരു ഭാഗത്ത്, മടവൂരികൾ വേറൊരു ഭാഗത്ത്, ഇൻസൂരികൾ മറ്റൊരു ഭാഗത്ത്, ഇരുവേറ്റികൾ മറ്റൊരു ഭാഗത്ത്, ഇങ്ങനെ തുടങ്ങി 8ഓളം ഗ്രൂപ്പുകൾ ഇന്ന് കേരളത്തിലുണ്ട് മുജാഹിദ് പ്രസ്ഥാനം. ഇവർ ഓരോരുത്തരും പറയുന്ന ആദർശം നാം കടമെടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിക്കൊണ്ടും നമ്മൾ പറയേണ്ടി വരും കേരളത്തിൽ നേതൃത്വത്തിൽ മുജാഹിദിന് ജന്മം നൽകിയ സാക്ഷാൽ കെ എം മൗലവി അടക്കം കാഫറാണ്. ഇനി അങ്ങോട്ടും പോകണ്ട. ഇപ്പോഴുള്ള ഒരു വിഭാഗം മുജാഹിദ് പറഞ്ഞ് ശരിയാണ് സംബന്ധിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പറയേണ്ട ഒരു മറ്റേ മുജാഹിദ് കാഫറാണ്. ഈ മുജാഹിദിനെടുത്താൽ ആ മുജാഹിദ് കാഫറാകും. ജിന്നൂരികൾ പറയുന്ന ശരിയാണെന്ന് വന്നു കഴിഞ്ഞാൽ മടവൂരികൾ കാഫറാകും. മടവൂരികൾ പറയുന്നത് ശരിയാണെന്ന് വന്നു കഴിഞ്ഞാൽ ഇൻസൂരികൾ മുശ്രിക്കാകും. സുബൈർ മങ്കടയുടെ നേതൃത്വത്തിൽ നിലമ്പൂർ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന സംഘടനത്തിന്മയാണ് നമുക്കിത് വേണ്ട എന്ന് പറയുന്ന സംഘടന. അവർ പറയുന്നത് ശരിയാണ് സംബന്ധിച്ചു കഴിഞ്ഞാൽ ഈ 3 ഗ്രൂപ്പ് നരകത്തിലാവും. കാവന്നൂരിനടുത്ത് ഇരുവേറ്റിക്കാരൻ അബ്ദുറഹ്മാൻ ഇരുവേറ്റി പറയുന്ന ആശയം കടമെടുത്തു കഴിഞ്ഞാൽ ഈ 4 മുജാഹിദ് മുശ്രിക്കാകും. ചുരുക്കത്തിൽ അങ്ങോട്ട് എണ്ണാൻ ആർക്കുണ്ടാവില്ല.
അതാ ഞാൻ പറഞ്ഞത്, തുടക്കത്തിലെ സൂചിപ്പിച്ചത് 15 നൂറ്റാണ്ട് കണ്ണിമുറയാതെ പറയാൻ കഴിയുന്ന കേരളത്തിലെ ഏക മതപ്രസ്ഥാനമുണ്ടെങ്കിൽ അത് സമസ്ത കേരള ജമിയത്തിൽ മാത്രമാണ്. അതുകൊണ്ടാണ് അങ്ങനെ പ്രമേയത്തിൽ ഇന്നിവിടെ ചർച്ച നടക്കുന്നത്. ഇൻഷാ അല്ലാഹ് പ്രമേയ പ്രഭാഷണം നടത്താൻ അഭിമന്യനായ ഓണം വിളിച്ച് അവിടെ എത്തിച്ചേരും. ഞാനതിലേക്കൊന്നും കൂടുതൽ നീട്ടിക്കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ മറുവിഭാഗത്തിന്റെ അവസാനിച്ചു നോക്കി നിങ്ങൾ. കേരളത്തിലേക്ക് കടന്നു വന്ന 921 കടന്നു വന്ന നജ്വത്തുൽ മുജാഹിദീൻ, അന്നവർ എന്താണോ പറഞ്ഞത് എല്ലാം ഇപ്പോൾ തിരുത്തിയില്ലേ? തിരുത്തിയെന്ന് മാത്രമല്ല, മാറ്റി പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഒരു നൂറ്റാണ്ട് പിന്നിട്ടു എന്നാണ് അവർ അവകാശവാദം ഉന്നയിക്കുന്നത്. പക്ഷേ ഒരു നൂറ്റാണ്ട് പിന്നിട്ടു എന്ന് പറയുന്നുണ്ടെങ്കിലും സത്യത്തിലൊരു നൂറ്റാണ്ടായിട്ടില്ല. ഒരു നൂറ്റാണ്ടായിട്ടില്ല. 921 ഈ പ്രസ്ഥാനം രൂപീകൃതമാകുന്നത്. അന്ന് മുജാഹിദ് എന്നുള്ള പേരിലല്ല, ഐക്യസംഘം എന്നുള്ള പേരിൽ. മുജാഹിദ് ആണെങ്കിൽ അത്രയില്ല. 1950-കൾക്ക് ശേഷമാണ് മുജാഹിദ് എന്ന പേരിൽ കടന്നു വരുന്നത്. ഈ ആദർശത്തിന്റെ പേരിൽ കടന്നു വന്നതാണെങ്കിൽ തന്നെ 1921-കളിലാണ്. 921 നിന്ന് 2013 എങ്ങനെ കണക്കൂട്ടിയാലും 100 വർഷം കിട്ടുകയില്ല. ഇനി അവർക്ക് വേണ്ടി നമ്മൾ സമ്മതിച്ചു കൊടുക്കുക, 10 നമ്മളൊക്കെ വകവെച്ചു കൊടുക്കുക. ഒരു നൂറ്റാണ്ടായെന്ന് അവർ പറയുന്ന നവോത്ഥാനത്തിന്റെ ഒരു നൂറ്റാണ്ട്. ഇനി എന്ന് സമ്മതിച്ചാൽ തന്നെ ഒരു നൂറ്റാണ്ട് പിന്നിട്ട മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അവസ്ഥ എന്താ? ഇപ്പൊ അവർ പരസ്പരം പറയുന്നു, ആദർശം ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. ഒരു നൂറ്റാണ്ട് പിന്നിട്ട പ്രസ്ഥാനം ഇപ്പൊ ആദർശ വിശദീകരണം തുടങ്ങിയിട്ടേ ഉള്ളൂ. ഓരോരുത്തരും സ്വന്തം ബുദ്ധിക്കനുസരിച്ച് കൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്നലകളിൽ പറഞ്ഞതല്ല ഇന്നവർക്ക് പറയാനുള്ളത്, ഇന്ന് പറയുന്നതല്ല നാളെ അവർക്ക് പറയാനുള്ളത്, നാളെ പറയുന്നതല്ല മറ്റൊന്നവർക്ക് ചിന്തിക്കാനുള്ളത്. മാറി മറിഞ്ഞുകൊണ്ടിരിക്കുക. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഇന്ന് ജീവിച്ചിരിക്കുന്ന ജിന്നൂരികളിലെ സമുന്നതനായ നേതാവ് ഡോക്ടർ കെ സക്കരിയ സലാഹി ജിന്നൂരികളെ നേതാവാണ്. ജിന്നൂരികളെന്ന് നമ്മൾ വിളിക്കുന്നവരെ കളിയാക്കാനല്ല, അവരങ്ങനെയാണ് അറിയപ്പെടാൻ. അതുകൊണ്ട് നമ്മൾ വിളിക്കുന്നു മാത്രം. ജിന്നൂരികളെ ജിന്ന് നേതാവെന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ് സക്കരിയ സലാഹി. കഴിഞ്ഞ 30 കൊല്ലക്കാലമായി മുജാഹിദ് പ്രസ്ഥാനത്തിന് ഇടതടവില്ലാതെ ഗണ്ണന മണ്ണന സംവാദ വേദികളിൽ തിളങ്ങി നിൽക്കുന്ന വ്യക്തിയാണ് ഡോക്ടർ കെ സക്കരിയ സലാഹി. അദ്ദേഹം പറയുന്ന കേട്ടോളൂ, നിങ്ങൾ 100 വർഷം പിന്നിട്ടു എന്നല്ലാതെ ഇനി നമുക്ക് ആദർശം എന്താണെന്ന് മനസ്സിലായിട്ടില്ല. പറയട്ടെ. അതിന്റെ സുഹൃത്തു ആരിട്ടില്ലേ? കൊടുത്തിട്ടില്ല. കൊടുത്തു. ഓപ്പറേറ്റർ എവിടെ? അല്ലേ, മൈക്ക് ഓപ്പറേറ്റർ അവിടെ ഒന്നും കൊണ്ടുപോയി. ഇത് അങ്ങനെ വെച്ചു പോകാൻ പറ്റൂല. അപ്പൊ അയാളാണ് നിങ്ങളൊരു പൊസിഷനിൽ വെച്ചാൽ പോയാൽ മതി. ഇത് പറ്റൂല. ഓപ്പറേറ്റർ ഇവിടെ, മൈക്ക് ഓപ്പറേറ്റർ ഈ ശബ്ദം കേൾക്കുന്ന പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് മൈക്ക് പോയിന്റിലേക്ക് വരേണ്ടതാവുന്നു. വിളിക്കാം. എവിടെയില്ലേ? ഇതാ വരുന്നുണ്ട്. നോക്കി.
മണിക്കൂറുകൾ വിശദീകരിച്ചിട്ടും മൂവർ സംഘത്തിന് തോന്നുക. നിങ്ങൾ നോക്കൂ, 1 നൂറ്റാണ്ട് പിന്നിട്ടു എന്ന് പറയുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശം ഇപ്പൊ വിശദീകരിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. ആദർശം എന്താണെന്ന് ഇപ്പോഴാ വിശദീകരിച്ച് 1 നൂറ്റാണ്ട് കഴിഞ്ഞിട്ട് വിശദീകരിച്ച് മണിക്കൂറുകൾ വിശദീകരിച്ചിട്ടും മൂവർ സംഘത്തിന് തോന്നുക. ആളുകൾക്ക് ക്ലിയർ ആയില്ലേ? ആവൂല, കാരണം ഇല്ലാത്ത ഉണ്ടാക്കല്ലേ. സക്കരിയ സലാഹിനെ പറയാ, 1 നൂറ്റാണ്ട് പിന്നിട്ടു എന്ന് പറയുന്ന മുജാഹിദ് പ്രസ്ഥാനം ആദർശ വിശദീകരണം തുടങ്ങിയിട്ടേ ഉള്ളൂ. എത്ര വിശദീകരിച്ചിട്ടും ആളുകൾക്ക് മനസ്സിലാണില്ല. കാരണം എന്താ? ഇല്ലാത്ത ഇങ്ങനെ ഉണ്ടാക്കല്ലേ. ആ മുജാഹിദുകളുടെ അവസ്ഥ വെച്ച് ഇന്നലെ കേട്ടതല്ല എന്ന് പഠിക്കേണ്ടി വരുന്നത്. എന്തിനായി മാറ്റം വരുന്നത് മനസ്സിലാക്കണം. തൗഹീദിലാണ് മാറ്റം. ഇന്നലെ വരെ പറഞ്ഞ തൗഹീദല്ല ഇന്ന് മുജാഹിദിന് പറയാനുള്ളത്, പഠിപ്പിക്കാനുള്ളത്, പ്രചരിപ്പിക്കാനുള്ളത്. പുതിയ തൗഹീദിലേക്കാണ് കടന്നു വരുന്നത്. ആകെ മാറി മറിഞ്ഞില്ലേ? നിങ്ങൾ ആലോചിച്ചു. ഇപ്പൊ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ശിർക്ക് ഇപ്പൊ സക്കരിയ സലാഹി ഇന്നലകളിൽ അവർക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ശബ്ദിച്ച വ്യക്തിയാണ് ഡോക്ടർ കെ സക്കരിയ സലാഹി. സക്കരിയ സലാഹി ഇപ്പോ മുജാഹിദിന്റെ ഒരു വിഭാഗത്തിന്റെ കാഴ്ചപ്പാട് പ്രകാരം കാഫറ. നമ്മളെ വല്ലാതെ കാഫറാക്കി നടന്ന ആളാണ് സക്കരിയ സലാഹി. നമ്മളെ മുശ്രിക്കായി ചിത്രീകരിച്ചാണെന്ന ആളാണ് സക്കരിയ സലാഹി. ആ സക്കരിയ സലാഹി ഇപ്പോൾ പറയുന്നു, എന്നെ മുജാഹിദ് പ്രസ്ഥാനത്തിന് പുറത്താക്കി. എന്ത് പറഞ്ഞിട്ടാ പുറത്താക്കിയത്? പുറത്താക്കിയാൽ എനിക്ക് സങ്കടമൊന്നുമില്ല, എന്നെ മുശ്രിക്കാരോട് പുറത്താക്കിയാൽ സഹിക്കാൻ കഴിയുന്നില്ല. പറയട്ടെ സക്കരിയ സലാഹി. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇപ്പൊ എന്താ ഉണ്ടായത്? എന്നെ പുറത്താക്കിയത് എനിക്ക് പ്രശ്നമില്ല, ഞാൻ പുറത്തു നിൽക്കാൻ റെഡിയാണ്. പക്ഷേ ശിർക്കാരോപിച്ച് പുറത്താക്കി, അതാണ് സഹിക്കാൻ കഴിയാത്ത കാര്യം. കണ്ടങ്ങള് തന്നെയല്ലേ നമ്മളും പറഞ്ഞത്. നിങ്ങൾ എന്താ പറഞ്ഞോളി സംസ്ഥാനക്കാരെ. പക്ഷെ മുശ്രിക്കെന്ന് പറയരുത്. അത് ഗൗരവമുള്ള കാര്യമല്ലേ? മുശ്രിക്കാരൻ ഒരിക്കലും ഒരു സാധനമല്ലല്ലോ. ഇത് മുശ്രിക്കാരനാണ് ബഹുദൈവ വിശ്വാസിയാണ്, പല ദൈവങ്ങളിൽ വിശ്വസിക്കുന്നവരാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാലോ എന്റെ പ്രിയപ്പെട്ടവരെ, ഇസ്ലാമികമായി കൊണ്ട് എന്തൊക്കെ ചിന്തിക്കേണ്ടതുണ്ട് അവിടെ. അതുകൊണ്ട് തന്നെ ഒരാളെ കുറിച്ച് ശിർക്കാരോപിക്കാൻ പാടില്ല. നമ്മൾ മാന്യമായിട്ട് പറഞ്ഞു. അന്ന് സക്കരിയാക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. ഇപ്പൊ സക്കരിയ സലാഹി പറയാണ്, എന്നെ മുശ്രിക്കാക്കി പുറത്താക്കി, അതാണ് സഹിക്കാൻ കഴിയാത്തത്. പറയട്ടെ, കഴിഞ്ഞ 30 കൊല്ലമായി ഈ പ്രബോധന രംഗത്ത് ഇടപെടലില്ലാതെ നിൽക്കുന്ന കണ്ണല പ്രസംഗങ്ങളും വാദപ്രതിവാദങ്ങളും ലേഖനങ്ങളും ഒക്കെയായി, പുസ്തകങ്ങളുമായി എന്നാൽ കഴിയുന്ന തൗഹീദി രംഗത്തെ സേവനങ്ങളൊക്കെ ചെയ്യുന്ന എന്നെ ശിർക്കാരോപിച്ച് പുറത്താക്കി. പത്രത്തിൽ വന്നില്ലേ? പത്രത്തിൽ വന്നില്ലേ? നിങ്ങൾ അറിഞ്ഞില്ലേ? മൂപ്പരിപ്പ കാഫറാണ്. 30 കൊല്ലായി മുജാഹിദിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആള്. പിന്നെ ആരാ സ്വർഗത്തേക്കുള്ളത്? KNM സ്വർഗത്തിൽ പോകുമോ? അവരെന്തായാലും പോകില്ല. കാരണം അവരിതുവരെയുള്ള ആശയങ്ങളൊക്കെ തെറ്റാണ് സംബന്ധിച്ചവരാണ്. ഇക്കാലം വരെ പ്രസംഗിച്ചതിനെ കുറിച്ച് KNMകാർക്ക് ഇപ്പോൾ പറയാനുള്ളത് എന്താ? ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി, ഞങ്ങളതൊക്കെ അസ്തഗ്ഫിറുല്ലാഹ് അത്തൂബു ഇലല്ലാഹ്, ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി, ഞങ്ങൾ അള്ളാഹുലേക്ക് തൗബ ചെയ്ത് മടങ്ങാണ്. അപ്പൊ സക്കരിയ സലാഹിന് കൊടുത്ത മറുപടി എന്താ അറിയോ? ഇനി തൗബ ചെയ്തിട്ടൊന്നും കാര്യമില്ല. നിങ്ങൾക്ക് ഈ ആശയങ്ങൾ പഠിപ്പിച്ചെന്ന SKSSFന്റെ ഓഫീസിന്റെ മുന്നിൽ പോയി കുമ്പസരിച്ചോളി, ഞാൻ അതേ മാർഗമുള്ളൂ. ഇപ്പൊ SKS പറയുന്നിടത്തേക്ക് എല്ലാവരും എത്തുക. എല്ലാവരും മുടി ഒക്കെ ഇൻഷാ അല്ലാഹ് വഴിയിലേക്ക് കടന്നു വരാം. SKS പറഞ്ഞ ആശയത്തിലേക്ക് എത്തുകയാണ് അല്ലേ? പണ്ട് പകരക്കാരൻ, നിങ്ങളുടെ നാട്ടുകാരൻ പണ്ട് കാര്യം പ്രസംഗിച്ചിരുന്നു. ഉസ്താദ് മുഷാവറിലെ പ്രധാനങ്ങാണ്. SKS ഇടപെട്ടു. 4 സ്ഥലത്തങ്ങ് പ്രസംഗിച്ചപ്പോ പിന്നെ ഉസ്താദ് പറഞ്ഞെന്താ, മുഷാവറിൽ ഒരു അംഗം മാത്രമാണ് കണ്ടവർ ഉസ്താദ്. ഞങ്ങൾ ഇടപെടേണ്ടതുപോലെ ഇടപെട്ടപ്പോ പലർക്കും മാറ്റമുണ്ടായിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഞാൻ കാണിക്കാം. മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഒരു വിഭാഗം ആളുകൾ പറയുന്നു, ഞങ്ങൾ ഇക്കാലം വരെ പ്രസംഗിച്ചതും പറഞ്ഞതുമൊക്കെ ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി, ഞങ്ങളതൊക്കെ അസ്തഗ്ഫിറുല്ലാഹ് അത്തൂബു ഇലല്ലാഹ്, ഞങ്ങൾ അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങാണ്. അപ്പൊ സക്കരിയ സലാഹിന്റെ പ്രതികരണം കേട്ടോളി. നിങ്ങൾ തൗബ ചെയ്തിട്ട് എന്താ കാര്യം? നിങ്ങളെ തൗബ എന്ത് തൗബയാണത്? അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. പറയട്ടെ, അപ്പോ ഖുറാബികൾക്ക് എന്താ പറയുന്നറിയോ? മനസ്സേ ഷഹാദത്ത് ചെല്ലണം.
ഈ വാദമുള്ളവരൊക്കെ ഷഹാദത്ത് ചൊല്ലി രണ്ടാമത് സലഫി പ്രസ്ഥാനത്തിലേക്ക് വരണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. തൗബ ചെയ്യാത്രേ. എന്ത് തൗബ? ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ആദർശം മാറ്റിയിട്ട് നിങ്ങൾ മുക്കൂട്ട് മുന്നണി കുറുക്കന്മാരെ പോലെ ഇടവണ്ണ അസലാഹ് നഗറിന്റെ പരിശുദ്ധമായ വിരിമാരിൽ നിന്ന് തൗബ ചെയ്തു എന്ന് ആർ തട്ടഹസിച്ചാൽ തീരുന്നതാണോ ഇത്? മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശം ആരാ നിങ്ങൾക്ക് തീരേണ്ടി തന്നത്? അത് തിരുത്താൻ ആരാ നിങ്ങളെ ഏൽപ്പിച്ചത്? അതിന്റെ പേരിൽ തൗബ ചെയ്യാൻ ആരാ നിങ്ങളെ ഏൽപ്പിച്ചത്? നാണമില്ലേ നിങ്ങൾക്ക്? നാണല്ലേ നിങ്ങൾക്ക്? കേനമരോട് ചോദിക്കാം. സക്കരിയ ചോദിക്കാം, ഇത്രയും കാലം 90 വർഷക്കാലം സമൂഹത്തിന്റെ മുമ്പിൽ പ്രചരിപ്പിച്ച നമ്മുടെ ആശയങ്ങളെ പെട്ടെന്നൊരു വേളയിൽ അതൊക്കെ തെറ്റാണെന്ന് പറയും തൗബ ചെയ്യാൻ നാണല്ലേ കൂട്ടരെ നിങ്ങൾക്ക്? ആരങ്ങളെ പണിക്കേൽപ്പിച്ചത് പറയട്ടെ. പ്രസ്ഥാനത്തിന്റെ 1 നൂറ്റാണ്ട് കാലത്തെ ആദർശം അത് നിങ്ങളങ്ങ് ഏറ്റെടുത്തിട്ട് നിങ്ങളങ്ങ് തിരുത്തുക. എന്നിട്ട് എല്ലാവരും ഞങ്ങൾ പറഞ്ഞ പോലെ തിരുത്തിയിട്ടില്ലെങ്കിൽ പുറത്താക്കുമെന്ന് പറയുക. അങ്ങനെ നിങ്ങളുടെ പുറത്താക്കൽ ഭീഷണിയെ പേടിക്കുന്നവരല്ല മുജാഹിദുകൾ. ഇസ്ലാമിന്റെ ആദർശം നിങ്ങളുടെ താൽപര്യത്തിന് വേണ്ടി അടിയറവെക്കാൻ മുജാഹിദ് പ്രസ്ഥാനം ഒരുക്കമല്ല. മരിച്ചു വെച്ചോ 100 സംഘമേ. ഞാനിത് പറയുന്നത് ജമിയത്തുലുള്ള ആസ്ഥാനത്ത് നിന്നുകൊണ്ടാണ്. അവരുടെ പണ്ഡിത സഭയുടെ ജമിയത്തുൽ ഉലമയുടെ ആസ്ഥാന മന്ദിരത്തിന്റെ മുന്നിൽ വെച്ചുകൊണ്ടാണ് സക്കരിയ സലാഹി ഈ വെല്ലുവിളി പ്രഭാഷണം നടക്കുന്നത്. അന്തസ്സോടെ അദ്ദേഹം പറയാണ്, ഞാനിത് പറയുന്നത് നിങ്ങളുടെ പണ്ഡിത ഓഫീസിന്റെ മുന്നിൽ വെച്ചിട്ടാണ്. ജമിയത്തുൽ ഉലമയുടെ ആസ്ഥാനത്ത് നിന്നുകൊണ്ടാണ്. ധൈര്യമുണ്ടെങ്കിൽ ഗണിച്ചോ. എന്താ സക്കരിയാന്റെ വെല്ലുവിളിയൊക്കെ നിങ്ങൾ തുടരുന്നായി സക്കരിയ സലാഹിന്റെ വെല്ലുവിളി സക്കരിയ സലാഹ് ധൈര്യം ഉണ്ടെങ്കിൽ തിരുത്തിക്കോ. ആരോടാ പറയണത്? മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പണ്ഡിത സഭയോട് പറയട്ടെ. പ്രസ്ഥാനം 1 നൂറ്റാണ്ട് പറഞ്ഞ തൗഹീദിൽ ശിർക്ക് കലർന്നുവന്ന് മാനവകളോട് പ്രസംഗിക്കുക. എന്നിട്ട് പാതിരാക്കുറുക്കന്മാരെ പോലെ പോയിട്ട് തൗബ ചെയ്യുക. നിങ്ങളെ കള്ളത്തൗബയും നിങ്ങളെ കള്ളപ്രചരണങ്ങളും കേരളത്തിലെ മുജാഹിദുകൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇലക്ഷൻ വരുമ്പോ നിങ്ങൾ ശിർക്കും തൗഹീദും പറഞ്ഞ് അധികാരം പിടിക്കാൻ വേണ്ടി ദീന് കൊണ്ട് കളിക്കല്ലേ. നിങ്ങൾ അല്ലാഹു വിടൂല. ഇവിടുന്ന് നിങ്ങൾ ഇത് കാണും. മനസ്സിലാക്കിക്കോ. സക്കരിയ സലാഹി എവിടുന്ന പ്രസംഗം അറിയുന്നത്? പുളിക്കൽ വെച്ചിട്ടാണ്. പുളിക്കലവരുടെ പണ്ഡിത സഭയുടെ ഓഫീസിന്റെ വിളിച്ചുകൊണ്ട് സക്കരിയ പറയാ, ധൈര്യമുള്ളവരുണ്ടെങ്കിൽ തിരുത്താൻ വാ. കാരണം സക്കരിയക്കാരെ അതിന് പറ്റിയിരുന്ന അവിടെ ഇല്ല. ഏത് സക്കരിയ അറിയങ്ങള്? നന്ദി ദാറുസലാം അറബിക് കോളേജിന്റെ മുന്നിൽ നമ്മുടെ ഇസ്തിഖാമ എസ്കേസിന്റെ ആദർശ വിങ് ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചു. സക്കരിയ സലാഹിക്ക് മറുപടി. വീണ്ടും സക്കരിയ വന്നപ്പോൾ ഇസ്തിഖാമ അതിനെ മറുപടി എന്നോണം ഒരു മുഖാമുഖം സംഘടിപ്പിച്ചു. അങ്ങനെയാണ് സമസ്ത കേരള ജമിയത്തിലുള്ള അച്ചടക്കമുള്ള വിദ്യാർത്ഥി സംഘടനയുടെ ആദർശ വിങ്ങ ഇസ്തിഖാമ ചെയ്യാറുള്ളത്. ആവശ്യഘട്ടങ്ങളിൽ ഇടപെടാറുണ്ട്. വേറെ ചില ആൾക്കാരെ പോലെ മുജാഹിദൊന്നും ഇല്ലാത്തടത്ത് വിട്ട് മുജാഹിദ് പറഞ്ഞിട്ട് മുജാഹിദ് ഉണ്ടാക്കുന്ന പരിപാടി നമുക്കില്ല. ആ പരിപാടി നമുക്കില്ല. അതൊക്കെ നമ്മൾ വേറെ ടീമിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഞാൻ ഒസങ്കടിയിൽ ഒരു കൊല്ലം പ്രസംഗിക്കാൻ പോയി, കാസർഗോഡ് ഒസങ്കടിയിൽ. അവിടെ ചെന്നപ്പോൾ അവിടുത്തെ സുഹൃത്തുക്കൾ പറഞ്ഞു, ഇവിടെ ആകെ ഒരു മുജാഹിദ് ഉണ്ടായിരുന്നു. അന്ന് പേരോടൊന്ന് പ്രസംഗിച്ചു. പിറ്റത്തെ കൊല്ലം മുജാഹിദിന്റെ ഒരു പള്ളിയായി. മുജാഹിദ് പറയാറുണ്ടല്ലോ, പേരോട് വന്നാൽ ഞങ്ങൾക്ക് വേരോട്ടുണ്ടാവും. പേരോട് എവിടെയെങ്കിലും വന്നാൽ മുജാഹിദിന് വേരോട്ടുണ്ടാകും. ആ രീതി നമ്മൾ സ്വീകരിക്കാറില്ല. പക്ഷേ ഇടപെടേണ്ടടുത്ത് ഇടപെടേണ്ട രീതിയിൽ ഇടപെട്ടാൽ അതിന്റെ ഫലം കാണാറുണ്ട്. നന്ദിയിൽ നമ്മൾ ഇടപെട്ടു, അതിന്റെ ഫലമുണ്ടായി. മുഖാമുഖം നടത്തി. നമ്മൾ പറഞ്ഞു, ഈ മുഖാമുഖത്തിന് ഇനി മറുപടി മുഖാമുഖമായിരിക്കണം. മുജാഹിദിന് ധൈര്യമുണ്ടോ നന്ദിയിൽ വെച്ചുകൊണ്ടൊരു മുഖാമുഖം നടത്താൻ? മുജാഹിദിന്റെ പ്രവർത്തകന്മാർ സക്കരിയ സലാഹി വിളിച്ചിട്ട് പറഞ്ഞു, മുഖാമുഖം നടത്തല്ലാതെ വേറെ മാർഗമില്ല. സക്കരിയ ഡേറ്റ് കൊടുത്തു. മുഖാമുഖം ഉറപ്പിച്ചു. വലിയ പോസ്റ്റർ ഇറങ്ങി, അനൗൺസ്മെന്റ് നടന്നു. പക്ഷേ അന്ന് മുഖാമുഖം നോക്കുമ്പോ വേദിയിൽ സക്കരിയ സലാഹിനെ കാണാനില്ല. പാവം വന്നത് ഈ പാവം അനസ് മൗലവിയ. അന്ന് മുജാഹിദ് പിളർന്നിട്ടില്ല. അന്ന് നമ്മുടെ കുട്ടികൾ ചോദിച്ചു, അല്ല അനസ് മൗലവി എവിടെ നമ്മുടെ സക്കരിയ സലാഹി? സക്കരിയക്ക് സുഖമില്ലാത്തോണ്ട് വരായിരുന്നതാണ് അന്ന് പറഞ്ഞു. നമ്മൾ അന്നേ മനസ്സിലാക്കിയ സക്കരിയ മുങ്ങിയതാണ്. കാരണം നന്ദിയിലെ കുട്ടികൾ ചോദിക്കുന്നത് സക്കരിയക്കറിയാം. പാവം അനസ് വന്നു. കുട്ടികളല്ലേ ചോദിച്ചാൽ മറുപടി പറയാമല്ലോ പ്രതീക്ഷയോടെ. നന്ദിയിലെ കുട്ടികൾ, നന്ദി ദാറുസലാം അറബിക് കോളേജിൽ പഠിക്കുന്ന കൊച്ചു കുട്ടികൾ, അവിടെ ധാരിമിക്ക് പഠിക്കുന്നവരല്ല, ആർട്സ് കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ ചോദ്യത്തിന് ഉത്തരം പറയാൻ കഴിയാതെ സക്കരിയ സലാഹിയുടെ കൂട്ടത്തിൽപ്പെട്ട അന്ന് ഒരേ ഗ്രൂപ്പിലായിരുന്ന അനസ് മൗലവി പതറിപ്പോയി.
അനസ് പറയാണ്, ഞാൻ അവിടെ പോയിട്ട് കുടുങ്ങി നന്ദിയിലെ കുട്ടികളെ മുന്നിൽ വെച്ച്. സക്കരിയാണെങ്കിൽ മുങ്ങും ചെയ്തു. കേട്ടോളൂ, ഇപ്പൊ അദ്ദേഹം തുറന്നു പറയാ. പിളർന്നപ്പോ രണ്ട് കൂട്ടരും രണ്ട് ചേരിയിലായപ്പോ അനസ് തുറന്നു പറയുന്നു. കേട്ടോളൂ. ഏറ്റവും വലിയ തെളിവ് കോഴിക്കോട് ജില്ലയിൽ നന്ദി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു മുഖാമുഖം സംഘടിപ്പിച്ചപ്പോ സക്കരിയ പോലെ അവിടുന്ന് സമർത്ഥമായി മുങ്ങിക്കളഞ്ഞു. മുഖാമുഖത്തിന് സമർത്ഥമായിട്ട് മുങ്ങി. എങ്ങനെ മുങ്ങിയറിയോ? പെരീന്ന് പറഞ്ഞു കോഴിക്കോട്ട് കാണുന്നു. കോഴിക്കോട് അതിൽ ലോഡ്ജെടുത്ത് താമസിച്ചു. പിന്നെ സക്കരിയ ആലോചിച്ച്, പടച്ചോൻ ഇവിടെ നിന്നാലേ നന്ദിയത്തെ കുട്ടികൾ ആരെങ്കിലും അറിഞ്ഞാലോ, വേഗം കപ്പൽ കയറി മുട്ടു. എവിടേക്ക്? ദ്വീപ് പോയി ഒളിവിൽ താമസിച്ചു. പണ്ട് ബ്രിട്ടീഷുകാരെ ആട്ടുപിടിക്കാറുണ്ട് ദ്വീപിലേക്ക്. കേട്ടോളൂ, പറയട്ടെ. മുഖാമുഖത്തിന് നന്ദി ദാറുസലാമിന്റെ മുന്നിൽ മുഖാമുഖം വെച്ചിട്ട് അവിടുന്ന് പൊയ്ക്കളഞ്ഞു. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി കോഴിക്കോട് വന്നു, രഹസ്യമായി താമസിച്ചു. എന്നിട്ട് കപ്പലിൽ കയറി അവിടുന്ന് നേരെ ദ്വീപിലേക്ക് പോയി. ഞങ്ങള് കുറച്ച് സാധുക്കൾ അവിടെ പോയി നന്ദി ദാറുസലാമിന്റെ മുന്നിൽ വാദപ്രസംഗം. ഞങ്ങൾ കുടുങ്ങിയവിടെ. കണ്ണങ്ങളെ, ഇതാ നമ്മുടെ ഇടപെടല്. ഇവര് സാധാരണ രീതിയിൽ ഇടക്കൊന്ന് പറയണത്. സാധാരണ രീതിയിൽ ഇവർക്കൊരു പ്രചാരണം, മറ്റവർക്ക് നിങ്ങൾ എവിടെ സമ്മതമായിട്ട് പറയാറുള്ളത്, എവിടെ മുഖാമുഖം നടത്താറുള്ളത്? കൂട്ടരെ, ഞങ്ങൾ നടത്തുന്നോടത്ത് നടത്തിയിട്ടുണ്ട്. കണ്ണോട്ടന്റെ വടി പോലെ വേണ്ടോടത്തും വേണ്ടാത്തടത്തും കുത്തുന്നൊരു ഏർപ്പാട് SKSവിനില്ല. വേണ്ടോടത്ത് നടത്തിയിട്ടുണ്ട്. ഇവരുടെ വെല്ലുവിളിയുണ്ട്. പലപ്പോഴും ഒരു വെല്ലുവിളി, നിങ്ങൾ എവിടെ മുഖാമുഖം നടത്തിയിട്ടുള്ളത്? നിങ്ങളെവിടെ സുന്നത്തമായിട്ട് പറഞ്ഞിട്ടുള്ളത്? ഒരുവരെ കൂട്ടത്തിലൊരു വായാടി സക്കാഫി ഉണ്ട്, വഹാബ് സക്കാഫി. അയാൾ പറഞ്ഞിട്ടുള്ളത്, നിങ്ങൾ വെല്ലുവിളിച്ചിട്ടില്ലേ? നിങ്ങൾ ഇടപെടുന്നു ചൊല്ലി. എന്നിട്ട് വഹാബികളൊന്ന് വിളിച്ച് നടത്തിയൊരു മുഖാമുഖം ഉത്തരം കിട്ടിയിരിക്കണോ? ബഹുമാനപ്പെട്ട കൂട്ടമ്പാറ ഉസ്താദിന്റെ വെല്ലുവിളി. നിങ്ങളെ വെല്ലുവിളിക്കുന്നു. ഇടവണ്ണ പോലുള്ള ഒരു വഹാബി കേന്ദ്രത്തിൽ, കുറ്റ്യാടി പോലുള്ള ഒരു മൗദൂദി കേന്ദ്രത്തിൽ പോയിട്ട് അവിടെ സുന്നത്ത് ജമാഅത്തിന്റെ ആശയം ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഈ ആശയത്തിനെതിരെ സംസാരിക്കാൻ സാധിക്കുന്ന വല്ല വഹാബികളും വല്ല മൗദൂദികളും ഉണ്ടെങ്കിൽ ഈ സ്റ്റേജിലേക്ക് കയറി വരൂ എന്ന് പറഞ്ഞ് ഒരു വെല്ലുവിളി നടത്തിയിട്ട് 5 മിനിറ്റ് കസേരയിലിരിക്കാൻ ധൈര്യമുള്ള ഒരു പണ്ഡിതൻ നിങ്ങൾക്കൊപ്പമുണ്ടോ? ഞങ്ങൾ വെല്ലുവിളി. എന്ത് മുജാഹിദിനെ വെല്ലുവിളിക്കാൻ പറ്റിയ വല്ല പണ്ഡിതൻ നമ്മളെ കൂട്ടത്തിലുണ്ട്? മുജാഹിദല്ല ചെങ്ങന്മാർ, നിങ്ങളെ തന്നെ വെല്ലുവിളിക്കാൻ ഞങ്ങൾ കൊച്ചുകുട്ടികൾ മതി. എന്നല്ലേ മുജാഹിദ്? ഞങ്ങൾക്കെന്ത് മുജാഹിദ് ചൂണു? നിങ്ങൾക്കറിയില്ലേ, നിങ്ങളെ ഉസ്താദ്, നിങ്ങളെ ആലിമുൽ അല്ലാമ മുഷാവറ മെമ്പർ, നിങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ അവസാനത്തെ വാക്ക് പേരോടൊപ്പണമാ സഖാഫി. കോഴിക്കോട്ടെന്ന് വെല്ലുവിളിച്ചപ്പോൾ അത് ഏറ്റെടുത്തതാരാ? SKSവിന്റെ ആദർശം ഇങ്ങ് ഇസ്തിഖാമ ഏറ്റെടുത്തു. ഇന്നേ വരെ ഖമാനൊരു അക്ഷരമുണ്ടാൻ പേരോടിന്റെ നേർക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഇന്നേർക്ക് കഴിഞ്ഞിട്ടുണ്ടോ? അത് നിങ്ങളപ്പം ഞങ്ങൾക്ക് സുന്നത്തമായിട്ട് മുഖാമുഖം പഠിപ്പിച്ചിരുന്നു. നിങ്ങൾ പേരോട് വെല്ലുവിളിക്കുന്നുട്ടോളി. നമ്മളത് ഏറ്റെടുത്തു അന്തസ്സോടെ. പേരോടിന്റെ വെല്ലുവിളി ആരേറ്റെടുത്തു? സംസ്ഥാന മുഷാവറ മെമ്പർമാര്. ഒന്നുമല്ല, ചെറുശ്ശേരി ഉസ്താദ് പറഞ്ഞു, നിങ്ങൾ കുട്ടികൾ കൈകാര്യം ചെയ്താൽ മതി, ഞങ്ങളത് ഏറ്റെടുത്ത്. നമുക്കത് മതി, ആ ഉസ്താദന്മാർ ആ വാക്ക് മതി, കൂടുതലൊന്നും വേണ്ട. കേട്ടോളി, പേരോടിന്റെ വെല്ലുവിളി നമ്മൾ ഏറ്റെടുത്തു. പിന്നെ ഒരു അക്ഷരം മുണ്ടിക്കൊള്ളുന്നവര് പറയട്ടെ. പഠിക്കാതെ, ഇൽമു പഠിക്കാതെ ഈ പ്രസ്ഥാനത്തെ നേരിടാൻ വന്നാൽ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, ഇത് ആലിമീങ്ങൾ നയിക്കുന്ന പ്രസ്ഥാനമാണ്, ഏതെങ്കിലും കുട്ടികൾ നയിക്കുന്ന പ്രസ്ഥാനമല്ല. അതുകൊണ്ട് ആലിമീങ്ങൾ നയിക്കുന്ന ഈ പ്രസ്ഥാനത്തെ നിങ്ങൾക്ക് നെഞ്ഞൂക്കുണ്ടോ? SK ആയാലും ശരി, അതിന്റെ മുതുതലയാണെങ്കിലും ശരി, കിതാബ് വെച്ച് ചർച്ച ചെയ്യാൻ തയ്യാറുണ്ടോ എന്നാ ചോദിക്കാനുള്ളത്. തയ്യാറുണ്ട്. പേരോട് സക്കാഫി തയ്യാറാണ്, 1000 വട്ടം തയ്യാറാണ്. അതിന് നിങ്ങൾ പറഞ്ഞ ആലിമീങ്ങളുണ്ട്. ഞങ്ങളെ മൂട്ടയെ കൊല്ലാൻ ഞങ്ങളാരും ഒലക്കെടുക്കാറില്ല. ഞങ്ങൾ മതി. SKSF എന്ന് പറഞ്ഞാൽ SKSFന്റെ ഉപസമിതിയായ ഇസ്തിഖാമ തയ്യാറാണ്. പേരോട് തയ്യാറുണ്ടോ? വേണമെങ്കിൽ മലപ്പുറത്ത് വെച്ചാവാം, കോഴിക്കോട് വെച്ചാവാം, കാരന്തൂർ വെച്ചാവാം, സാക്ഷാൽ പേരോടത്രമാ സക്കാഫിയുടെ പേരോട് വെച്ചാവാൻ ഞങ്ങൾ തയ്യാറാണ്. നെഞ്ചൂക്കുണ്ടോ? റെഡിയാ. ഞങ്ങൾ ചോദിച്ചിട്ട് 2 മാസം പിന്നിട്ടു, എവിടെ നിങ്ങള്? എന്നിട്ട് നിങ്ങളാണോ ഞങ്ങൾക്കിപ്പോ മുഖാമുഖം പഠിപ്പിച്ചിരുന്നത്? പക്ഷെ നിങ്ങളെപ്പോലെ വേണ്ടാത്തോടത്ത് പോയി മുഖാമുഖം നടത്താറില്ല. ഞങ്ങൾ നടത്തിയ ഫലം കണ്ടു. അനസന്തേ പറഞ്ഞത്, സക്കരിയ മുങ്ങി, ഞാൻ കുടുങ്ങി. ഇതിനു മേലെ എന്താ കൂട്ടരോട് പറയാ? ഞാൻ ചോദിക്കട്ടെ, ഇവിടുത്തെ കാന്തപുരം വിഭാഗത്തിനോട്, SSFരോട്, നിങ്ങൾ മുഖാമുഖം നടത്തിയിട്ട് സംവാദം നടത്തിയിട്ട് ഇന്നവർക്കൊരു മുജാഹിദ് പറഞ്ഞോ ഞങ്ങൾ കുടുങ്ങിയെന്ന്? ഞങ്ങളുടെ നന്ദിയിലെ കൊച്ചു കുട്ടികളെ മുന്നിലാ ഈ മുജാഹിദിന്റെ സംബന്ധത്തിനായിട്ട് കുടുങ്ങിയത്.
അപ്പൊ എന്താ സക്കരിയ മറുപടി ഉണ്ടെന്നറിയോ? സക്കരിയ പറയാ, അനസേ ഞാൻ അന്നേ പറഞ്ഞില്ലേ പോകണ്ടാന്ന്. അത് നന്ദിയാണ്, അത് സുന്നികളെ കോളേജാണ്. അവിടേക്ക് മറ്റോടത്തൊക്കെ മുഖാമുഖത്തിന് പോണായിരിക്കും നമ്മൾ ഇവിടുന്ന് വണ്ടി കയറി പോകാൻ പറ്റൂല. അവിടെ കിതാബ് ഓതി പഠിച്ച ആലിമീങ്ങളുണ്ട്, അവർ പഠിക്കുന്ന മുതഅല്ലിമീങ്ങളുണ്ട്. ഞാൻ അന്നേ പറഞ്ഞതേ അനസേ പോകണ്ടെന്ന്. കേട്ടോടുന്നു. നന്ദി മുഖാമുഖത്തിൽ ഞാൻ വരാതിരുന്നത് ജിന്ന് വിഷയത്തിൽ ചോദ്യം വരുന്ന പേടിച്ചിട്ടാണ്. സക്കരിയാ സലാഹിക്ക് ആദർശപരമായ അന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നു. എന്താ പറയാൻ എളുപ്പം? അനസ് മൗലവി നിങ്ങൾക്കറിയാം എന്താ ഞാൻ വരാത്തത്, ഹനീഫാക്കും അറിയാം എന്താ വരാത്തത്. ഞാൻ പറഞ്ഞു മുഖാമുഖം നടക്കുന്നത് നന്ദി ദാറുസ്സലാം അറബി കോളേജിന്റെ മുമ്പിലാണ്. അതുകൊണ്ട് നിങ്ങൾ ജമാഅത്ത് മുഖാമുഖത്തിന് ശംസുദ്ദീൻ ബാലത്ത് ഇവിടുന്ന് വന്ന് വണ്ടി ഇറങ്ങും, മജീസറായി തിരിച്ചുകൊണ്ട് അക്കാടിലുണ്ടിറങ്ങും. മറ്റേ നിങ്ങൾ അങ്ങനെ മൂന്നാളും മൂന്ന് വാക്കുന്ന സ്റ്റേജിൽ കയറണമാതിരി സുന്യാളായിട്ടുള്ള മുഖാമുഖത്തിന് പോകാൻ പറ്റൂല. കാരണം മുഖാമുഖം നടക്കുന്നത് എവിടെയാണ്? നന്ദിന്റെ മുന്നിലാണ്. അതിലും വലിയ രസമുണ്ട് ഇവിടെ. നന്ദി എന്നാണ് ചില ആൾക്കാർ കട്ട് ചെയ്തു. എന്നിട്ട് സി ഡി ആയിരിക്കും മർക്കസിന്റെ മുന്നിൽ മുഖാമുഖം നടത്തി അങ്ങനെ ഉണ്ടാവുന്നു. ചോദ്യം പറഞ്ഞ പോരെ, അങ്ങനൊക്കെ മുജാഹിദിനെ വായന്ന് വീണ് കിട്ടുന്ന ഒരു ആഗ്രഹം പറഞ്ഞ പോരെ. ഞങ്ങൾക്ക് ഒരു സങ്കടമില്ല, ഞങ്ങൾ അങ്ങനെ ക്ലിപ്പ് ഇട്ടോളി. ഈ ക്ലിപ്പ് കട്ട് ചെയ്തിക്ക, നന്ദി തന്നെ കട്ട് ചെയ്തിട്ട് മർക്കസ് ഫിറ്റ് ചെയ്തിക്ക. പാവങ്ങള് എന്താപ്പ ചെയ്യാ? ഇല്ലെങ്കിൽ പിന്നെ അങ്ങനെയൊക്കെ തന്നെയല്ലേ. അങ്ങനെയെങ്കിൽ അങ്ങനെ തീരട്ടെ, അല്ല ഇപ്പൊ എന്ത് ചെയ്യാ? ഏതായാലും സക്കരിയ പറയുന്നു, അനസേ ഞാൻ അന്നേ പറഞ്ഞു പോകണ്ട, അത് നന്ദിയാണ്. കിതാബ് ഓതിപ്പടിച്ച ആലിമികളുണ്ട്, നമ്മൾ മറ്റൊരുത്ത് മുഖാമത്തിന് പോണായിരിക്കും. ഞാൻ ഇവിടുന്നാണ്ട് കയറുക, ഈ അപ്പുറത്താണ്ട് കയറുക, മജീസരായി ചിരിച്ചുകൊണ്ട് അപ്പുറത്താണ്ട് കയറാൻ പറ്റൂല. അവിടെ കിതാബ് ഓതിപ്പടിച്ചവരാണ്. ഇത് കാളമൂത്ര സാഹിത്യം പഠിച്ച ആൾക്കാരല്ല. പറയട്ടെ സക്കരിയ, ഇത് നിങ്ങളെ കാളമൂത്ര സാഹിത്യം വായിച്ച മുഖാമുഖരുടെ കിതാബ് നോട്ടുള്ള പരിപാടിയാണ് കേട്ടോ. ഇത് കിതാബൊക്കെ ഉള്ള ഏർപ്പാടാ. അതുകൊണ്ട് തന്നെയാണ് നമ്മളെ ഇടപെടൽ പലയിടത്തും ഫലം കണ്ടിട്ടുണ്ട്. നേരത്തെ കൂറ്റം പറവച്ചെന്താ, നിങ്ങൾ എവിടെയെങ്കിലും മുഖാമുഖം നടത്തിയിട്ടുണ്ടോ? അതാ സക്കരിയ പറയണു, ഞങ്ങൾക്ക് മതിയ, ഞങ്ങളെ വഴിക്കര പോയിട്ടില്ല. എത്ര സ്ഥലത്ത് ഞങ്ങൾ നടത്തി, എത്ര സ്ഥലത്ത്. ഏറ്റവും കൂടുതൽ കൊടിഞ്ഞൂര് മുഖാമുഖം നടത്തിയില്ലേ? കൊടിഞ്ഞൂര് മുഖാമുഖം നടത്തി. ജമാഅത്തിന്റെ കോട്ടയല്ലേ എവിടെ? ഞങ്ങൾ ചോദിച്ചല്ലോ, ഏതെങ്കിലും ജമാഅത്തുകാരുണ്ടെങ്കിൽ കടന്നുവാ, വന്നില്ല. മുജാഹിദ് ഉണ്ടെങ്കിൽ കടന്നുവാ, വന്നില്ല. അവസാനം വന്നതാരാ? കാന്തപുരത്തിന്റെ മക്കൾ വന്നു. ആ പാവങ്ങളെ ഗതി നിങ്ങൾ ആ സി ഡി നിന്ന് കണ്ടാൽ മതി. ആ സി ഡി ഇപ്പൊ ലഭ്യമാണ്. ആ സി ഡി ഇപ്പോൾ സദസ്സിൽ ലഭ്യമാണ്. നിങ്ങളൊന്ന് വാങ്ങണം, നല്ലതാണ്. കാന്തപുരത്തിന്റെ ദർസിൽ പിന്നെ അവരുടെ വിഭാഗത്തിന്റെ ദർസിൽ പഠിക്കുന്ന കുട്ടികൾ വന്ന്, ആ പാവങ്ങളായ കുട്ടികൾ കാന്തപുരത്തിന്റെ രണ്ടാം കാന്തപുരം എന്ന പേരിൽ അറിയപ്പെടുന്ന ചെറിയ ഉസ്താദിന്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു പണ്ഡിതൻ വായിച്ച കിതാബിന്റെ ഇബാറത്തുകളൊക്കെ എടുത്ത് അവർ വന്നു. കുടുങ്ങിപ്പോയ രംഗങ്ങളൊക്കെ നിങ്ങൾക്ക് ആ സീഡിൽ കാണാൻ കഴിയും. എന്നിട്ട് ഇവർ പറയാം, നമ്മളെവിടെ സുന്നത്തമായിട്ട് പറയില്ല, നമുക്ക് മുഖാമുഖം നടത്താൻ കഴിയില്ല, പക്ഷെ ഞങ്ങൾക്ക് നിങ്ങളെ അഹങ്കാരങ്ങളും ധിക്കാരങ്ങളും ഇല്ല, ഞങ്ങൾ വേണ്ടെടുത്ത് വേണ്ടതുപോലെ ഇടപെടാറുണ്ട്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞുകൊണ്ടുവന്ന വിഷയം സക്കരിയ സലാഹി പറഞ്ഞ വാക്കെന്താ? പണ്ഡിത സഭയുടെ ഓഫീസിന്റെ മുന്നിൽ വെച്ച്, പുളിക്കൽ മദീനത്തുള്ള അറബി കോളേജിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് സക്കരിയ സലാഹി പറഞ്ഞു, ആണത്തുള്ളവരുണ്ടെങ്കിൽ കടന്നുവാ. ആരോട്? മുജാഹിദിന്റെ പണ്ഡിത സഭയോട്. നന്ദിന്റെ മുന്നിക്കോ സക്കരിയ വന്നതന്നില്ല. എന്നിട്ട് സക്കരിയ സലാഹി KNM-കാരോട് പറയുന്നു, KNM-കാരെ, നിങ്ങൾക്ക് ഈ ആദർശം പഠിപ്പിച്ച SKSS-കാരല്ലേ, ഇനി ഒരേ ഒരു രക്ഷയുള്ളൂ, SKSSFന്റെ ഓഫീസിന്റെ മുന്നിൽ പോയിക്കൊണ്ട് കുടില് കെട്ടി കുമ്പസരിച്ചോളൂ, അതേ മാർഗമുള്ളൂ. TP അബ്ദുൽ കോയമദനിയും AP അബ്ദുൽ ഖാദർ മൗലവിയും അബ്ദുറഹ്മാൻ സലഫിയും അനസ് മൗലവിയും ഒക്കെ പാടെ ഇസ്ലാമിക് സെന്റർ മുന്നിൽ കുടില് കെട്ടുക. അപ്പൊ ഇങ്ങനെ പാണക്കാട്ടെ തങ്ങളിപ്പാപ്പ ഇങ്ങനെ ഒരു അബ്ബാസരത്തുണ്ട്. തങ്ങളിപ്പാപ്പ നിങ്ങൾ പറഞ്ഞാൽ ശരി, ഞങ്ങൾക്കിപ്പോ മനസ്സിലായി, അതൂബയിലേക്ക് ഞങ്ങൾ പൊറുക്കണം, ഞങ്ങൾ തങ്ങളുടെ കുമ്പസരിക്കുന്നു, തൗബ ചെയ്യുന്നു. അപ്പോഴേ കുറച്ച് കഴിയുമ്പോൾ ജനറൽ സെക്രട്ടറി ഓണംപള്ളി ഇങ്ങനെ കടന്നു വരും. അപ്പൊ ഓണംപള്ളിയോട് തെറ്റുപറ്റി പൊറുക്കണം, കുമ്പസരിച്ചോളയും പറയുന്ന നമ്മളല്ല. ആരാ? സാക്ഷാൽ മുജാഹിദിന്റെ നേതാവ് സക്കരിയ സലാഹി തന്നെ പറയട്ടെ. പോയി കുമ്പസരിക്കണോ? യുടെ മുമ്പിൽ പോയി കുടില് കെട്ടി കുമ്പസരിച്ചോ? SKSS-കാരന്റെ ഓഫീസിന്റെ മുമ്പിൽ പോയി കുടില് കെട്ടി കുമ്പസരിച്ചോ? SKSS-കാരന്റെ ഓഫീസിന്റെ മുന്നിൽ പോയി കുടില് കെട്ടി കുമ്പസരിച്ചോ? മുജാഹിദിന് ഇപ്പോ ഈ ആദർശങ്ങളിലൊക്കെ
ഈ വിഷയവൈദ്യാനങ്ങൾ ഉണ്ടാക്കിക്കൊടുക്കുന്നതിൽ, ഇവർക്ക് സത്യം ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചത് സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷൻ SKS. മുജാഹിദ് പ്രസ്ഥാനത്തിന് പിടിച്ചു നിൽക്കാൻ കഴിയാത്തൊരവസ്ഥയായി. ആദർശം പരിപൂർണമായി മാറിക്കഴിഞ്ഞു. ഇപ്പൊ ഒരു സംസാരം നിങ്ങൾ കേട്ടിട്ടില്ല, എന്തൊക്കെയാ പറയണത്? പുറത്തു പറയാൻ പറ്റുന്ന ശൈലിയാണോ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എന്തൊക്കെയാ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എന്തൊക്കെയാ ഇവർ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്? എന്തൊക്കെയാ അവർ പറഞ്ഞിരിക്കുന്നില്ലേ? മടവൂർ വിഭാഗത്തെക്കുറിച്ച് സക്കരിയ സലാഹി KNMകാരെ കുറിച്ചും പറയുകയാണ്. KNMകാർ ഇന്ന് മടവൂരിസത്തിലേക്ക് മടങ്ങിയിരിക്കുകയാണ്. മടവൂരികൾ പറഞ്ഞ ആശയത്തിലേക്ക് KNMകാർ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ KNMന്റെ സമുന്നതനായ നേതാവ് അനസ് മൗലവി പറയാണ്, ഞങ്ങൾ മടവൂരിലേക്ക് മാറിയിട്ടില്ല, ഞങ്ങൾ മടവൂരികൾ വിസർജിച്ചതിനിങ്ങനെ കൈകൊണ്ട് വൃത്തിയാക്കുന്നു. മടവൂരികൾ കേരളത്തിലുടനീളം വിസർജിച്ചു. മടവൂരി ഭാഗം ഇതുവരെ തൗഹീദിനെ കുറിച്ച് പറയാതെ വിസർജ്യ ആ വിസർജ മലയാളങ്ങൾ പറയട്ടെ. ഇപ്പൊ മടവൂരികൾ ഇവിടെ നിങ്ങൾ കണ്ടോ? ഒക്കെ നിങ്ങളായില്ല, ഇങ്ങോട്ട് മടവൂരിനെ കാണുക, ഒക്കെ ലയിച്ചില്ലപ്പോ. നിങ്ങൾ മടവൂരികളെ കാണോ? ഇത്രയും കാലം മടവൂരികൾ കൊണ്ടുവന്നത് എന്താ? അവര് തെരുവോരങ്ങളിട്ട് നടന്ന വാരി വിതറിയത് അല്ലേ? എന്തേ പറഞ്ഞത്? മടവൂരിൽ കേരളത്തിലുടനീളം വിസർജിച്ചു. അത് ഇവർ കോരിക്ക അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട നൂറുദ്ദീൻ തങ്ങൾ DC ആയിട്ടുണ്ട്. മൻസൂർ അലി ശബ്ദം കേൾക്കുന്നില്ലേ? നിങ്ങളെ ശബ്ദം കേൾക്കുന്നില്ല. മൻസൂർ അലി ഒന്ന് റൈസാൻ ചെയ്യാം. മൻസൂർ അലി റൈസാൻ ചെയ്ത് മൻസൂർ അലി ശബ്ദം കേൾക്കുന്നുണ്ടോ? മൻസൂർ അലി DC ആയിട്ടുണ്ടോ? മൻസൂർ അലിക്ക് വേണ്ടിയിട്ട് മൈക്ക് റിലീസ് ചെയ്തതാണോ തങ്ങളവർകളെ? മൻസൂർ അലി DC ആണെന്നാണ് തോന്നുന്നത്. ഇൻഷാ അല്ലാഹ് മൻസൂർ അലിനെ ഒന്ന് ആരെങ്കിലും ബൗൺസ് ചെയ്താൽ, ആരെങ്കിലും ഉണ്ടെങ്കിൽ ശബ്ദം കേൾക്കുന്നുണ്ടോ? മൻസൂർ അലി ശബ്ദം കേൾക്കുന്നുണ്ടോ? ഇല്ല. ഉസ്താദ്മാരെങ്കിൽ അമീർ സാഹിബ് ഒന്ന് ബൗൺസ്. ഓക്കെ, ഇൻഷാ അല്ലാഹ് ഇപ്പൊ എത്തും. ഇൻഷാ അല്ലാഹ് രണ്ടുപേരും DC ആയതാണ്. നമുക്ക് നല്ലൊരു ലൈവ് പകരയിൽ നിന്നും സ്വപ്നജീവിയുടെ നാട്ടിൽ നിന്നുള്ള ലൈവാണ്. അപ്പൊ എല്ലാ ആളുകളും, പരമാവധി ആളുകളൊക്കെ എല്ലാ ഇസ്ലാമിക് ക്ലാസ് റൂമിലേക്ക് എത്തിക്കുക. പ്രാധാന്യമേറിയ പല വിഷയങ്ങളും ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട നമ്മുടെ ഉസ്താദുമാർക്ക് സംസാരിക്കാനുണ്ടാവും. അതുകൊണ്ട് തന്നെ എല്ലാ ആളുകളും കഴിവിന്റെ പരമാവധി ആളുകളെ എത്തിക്കാൻ ശ്രമിക്കുക. കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിലേക്ക് അല്പസമയത്തിനകം തന്നെ നമ്മുടെ നൂറുദ്ദീൻ തങ്ങള്, അതുപോലെ തന്നെ മൻസൂർ അലി തിരിച്ചെത്തും. അതുപോലെ തന്നെ റാഫി മുണ്ടപറമ്പ് മറ്റൊരു ലൈവുമായിട്ടാണ് വന്നിരിക്കുന്നത്. രണ്ട് ലൈവും ഒരുമിച്ചായതിനാൽ നമുക്ക് പ്രയാസമുണ്ട്. കുണ്ടൂരിൽ നിന്നും, നമ്മുടെ വിഘടിത വിഭാഗത്തിന്റെ കുണ്ടൂരിൽ നിന്നും നമുക്ക് നമ്മുടേതായ ലൈവ് ഉണ്ട്. അവിടെയും ബഹുമാനപ്പെട്ട നമ്മുടെ ഉസ്താദന്മാരൊക്കെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് അത് റെക്കോർഡ് ചെയ്ത് നമ്മൾ കേൾപ്പിക്കും. ഇൻഷാ അല്ലാഹ് അത് റെക്കോർഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അല്പസമയത്തിനകം തന്നെ നമ്മുടെ ലൈവുമായിട്ട് മൻസൂർ അലി തങ്ങൾ അവർ നൂറുദ്ദീൻ തങ്ങൾ എത്തും. ഇൻഷാ അല്ലാഹ് നമുക്ക് മൻസൂർ അലി റൈസാൻ ചെയ്യണം. എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ മൻസൂർ അലി എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ? റൈസാൻ, മൻസൂർ അലി എത്തിയിട്ടുണ്ട് ക്ലാസ് റൂമിൽ. വീണ്ടും DC ആയി. എന്ത് പറ്റി? സൗണ്ട് ഒന്നും കേട്ടിരുന്നില്ല മൻസൂർ അലിയുടേത്. ഇൻഷാ അല്ലാഹ് ഇപ്പൊ ശരിയായിട്ടുണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മൻസൂർ അലി ഒന്ന് റൈസാൻ ചെയ്യുന്നു. കേൾക്കുന്നില്ലേ? റെക്കോർഡ് ചെയ്ത് നമുക്ക് കേൾപ്പിക്കും. ഇൻഷാ അല്ലാഹ് നമ്മൾ അറിയിക്കാം. നമ്മൾ അതിന്റെ ഇത് അറിയിക്കാം. നമുക്ക് കൊണ്ടുവരുന്നുള്ള ലൈവിന്റെ ഇത് നമ്മൾ അറിയിക്കും. ഇത് ലൈവാണ്. ആരായി റൈസാൻ ചെയ്ത ആള്?
MA ഫൗസ ലൈവ് ടീമാണെങ്കിൽ ഇവിടെ പബ്ലിക്കിൽ അടിക്കണം കേട്ടോ. നിങ്ങൾ പുതിയ ആളുകൾ വന്നിട്ട് റൈസാൻ ചെയ്ത് നിന്നിട്ടുണ്ടെങ്കിൽ മൈക്കൊന്നും ഇവിടെ തരൂല. അപ്പൊ അതുകൊണ്ട് തന്നെ അലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. നിങ്ങൾ ലൈവാണോ? അയാം ലൈവാണോ? നിങ്ങൾ അയാം നടിച്ച് വെറുതെ അയാം നടിച്ചാൽ മതിയോ? ലൈവാണോ? എന്താണ് ഒരു പ്രതികരണമില്ലല്ലോ. മൻസൂർ അലി അല്ലേ തങ്ങൾ? മൻസൂർ അലി എന്ന ശബ്ദം കേൾക്കുന്നില്ലേ? ഏതായിരുന്നാലും അതിൽ ലൈവാണ്. എന്താ നോക്കാം. മൈക്ക് റിലീസ്. രൂപ ആത്തറപ്പുളിക്കൽ പുരുഷു 100 രൂപ. ഇങ്ങനെ പോന്ന് മുഷാവറിന്റെ എണ്ണം 40 തന്നെ തികയുമ്പോ ആരാ നോക്കിങ്ങള്? ആരാണത്? ഹലാലായ ഉദ്ദേശങ്ങൾ നിറവേറാനും മുജാഹിദ് പ്രസ്ഥാനത്തിലെ പിളർപ്പൊക്കൊന്ന് പരിഹരിക്കപ്പെടാനും ഐക്യത്തോടെ ജീവിക്കാൻ വേണ്ടി എല്ലാവിധ ഹലാലായ ഉദ്ദേശം നിറവേറാൻ വേണ്ടി കേരള നദ്വത്തുൽ മുജാഹിദിന്റെ സംസ്ഥാന പ്രസിഡന്റ് TP അബ്ദുള്ള കോയ മദീനയുടെ 200 രൂപ സംഭാവന. എന്ത് നബിദിനത്തിന് ഒരു പൈസയും കൊടുക്കാൻ പാടില്ല. അയ്യപ്പനോക്കനോ 200 രൂപ, ഒരു കുഴപ്പമില്ല. എന്നിട്ട് ചോദിക്കാൻ നബിദിനം റസൂൽ നടത്തിയിട്ടുണ്ടോ? റസൂലുള്ളാഹിന്റെ കാലത്ത് നബിദിനം ഉണ്ടായിട്ടുണ്ടോ? നിങ്ങൾക്ക് ഞാൻ വേറൊന്ന് കാണിച്ചുതരാം. പെട്ടെന്ന് പറഞ്ഞു പോകണം, നമുക്ക് സമയമില്ലല്ലോ, വളരെ പെട്ടെന്ന് അവസാനിപ്പിക്കേണ്ടതുണ്ട്. മറ്റൊന്ന്, നബിദിന്റെ പേരിൽ ഒന്നും നടത്താൻ പാടില്ല എന്ന് പറയുന്ന ആളുകൾ എന്ത് നമ്മൾ നടത്തിയാലും റസൂലുള്ളാഹിന്റെ പേരിൽ മൗലൂദ് ഓതിയാ ചോദിക്കും, നബിത്തങ്ങൾ ഓതിയിട്ടുണ്ടോ? അപ്പൊ സഹാബാക്കള് മധു പറഞ്ഞ ചരിത്രങ്ങളൊക്കെ പറഞ്ഞ അതല്ല ഞങ്ങൾ ചോദിച്ചു. രാവിലെ ഇങ്ങനെ നേരം വിളിക്കുമ്പോൾ കൊടിയുയർത്തൽ റസൂലുള്ളാഹിന്റെ കാര്യത്തിലുണ്ടോ? അപ്പൊ പിന്നെ കൊടിന്റെ കഥകളൊക്കെ പറഞ്ഞ അതല്ല ചോദിച്ചത്. രാവിലെ ഇങ്ങനെ നേരം വിളിക്കുമ്പോൾ ഇങ്ങനെ റോട്ടിൽ കൂടി യാത്ര റാലി നടത്തുന്നത് ഓരോന്ന് നിങ്ങൾ കണ്ടോളൂ. നിങ്ങൾ ഫോട്ടോയിൽ കാണുന്ന എന്താ? ISM സംഘടിപ്പിച്ച MSM സംഘടിപ്പിച്ച മുജാഹിദ് സ്റ്റുഡന്റ് മൂവ്മെന്റ് എന്ന് പറയുന്ന അവരുടെ സംഘടന സംഘടിപ്പിച്ച വായക്കയറൽ മത്സരം. ഞങ്ങൾ റവാഹു മലയാള മനോരമ തർക്കുന്നവർക്കുണ്ടാവൂല. എന്ത് പരിപാടി? എന്താ സംഭവം? പെരുന്നാളിനോടനുബന്ധിച്ചുകൊണ്ട് സംഘടിപ്പിക്കപ്പെട്ട പ്രോഗ്രാമാണ്. ഞാൻ ചോദിക്കട്ടെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്ര വായമ കയറിയത്? വായകയറൽ മത്സരം. നിങ്ങൾ പഠിക്കപ്പാടം MSM ശാഖ സംഘടിപ്പിച്ച ഈദ് ആഘോഷത്തിലെ വായകയറൽ മത്സരത്തിൽ നിന്ന് ഫോട്ടോ. ഒരു വായകയറൽ മത്സരം മാത്രമല്ല സംഘടിപ്പിച്ചത്. പിന്നെ എന്തൊക്കെ സംഘടിപ്പിച്ചു? ഒട്ടേറെ പരിപാടികളോട് സംഘടിപ്പിച്ചു. എന്തിന്റെ പേരിൽ? പരിശുദ്ധമായ പെരുന്നാളിന്റെ പേരിൽ. പിന്നെന്തൊക്കെയാണ് സംഘടിപ്പിച്ചത്? പിന്നെ സംഘടിപ്പിച്ചത് കലമുടക്കൽ. കണ്ണ് കെട്ടിയിട്ട് കലമുടക്കൽ. റസൂലുള്ളാഹിന്റെ കാലത്ത് എത്ര കല ഉടച്ചിരിക്കുന്നത്? സഹാബാക്കൾ വല്ലൊരു പോലെ കല ഉടച്ചുകൊണ്ട് ഞാൻ വായിക്കാം. MSM പഠിക്കപ്പാട് ശാഖാ നേതൃത്വത്തിൽ ഈദിനെ പ്രത്യേക പരിപാടികൾ സംഘടിപ്പിച്ചു. സ്പീഡ് മെസ്സേജിംഗ്, ഷൂട്ട് ഔട്ട്, വായിൽ കയറ്റം, തീറ്റ മത്സരം. നമ്മൾ മൗലൂദിന് കാര്യമായിട്ട് പറ്റ മത്സരം എന്താ? ഷാപ്പാടിന്റെ ആൾക്കാർ ഇവരോ തിന്നല് ചെയ്ത് തീറ്റ മത്സരം നടത്തുകയില്ല. റസൂലുള്ളാഹിന്റെ പേരില്, ഈദിന്റെ പേരില്, പെരുന്നാളിന്റെ പേരില്. പിന്നെന്താ? സ്ലോ സ്പൈൻ. അതെന്തെനിക്കറിയില്ല. കലം പൊട്ടിക്കൽ, ക്രോസ് കൺട്രി, നാരങ്ങ സ്പൂൺ, ചിരിപ്പിക്കൽ മത്സരം തുടങ്ങിയവ നടന്നു. ആരാ സംഘടിപ്പിക്കുന്നത്? മുജാഹിദ് സ്റ്റുഡന്റ് മൂവ്മെന്റ്. അതൊക്കെ തൗഹീദാണ്. അത് നബി നടത്തിയോ? കഥയിൽ ചോദ്യമില്ല. നമ്മളോ നബിയോടുള്ള സ്നേഹത്തിന്റെ ഭാഗമായി എത്ര നല്ല രീതിയിൽ ആ കുട്ടികളൊക്കെ ചെല്ലുന്നു. യാ നബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും, യാ ഹബീബ് സലാം അലൈക്കും, സലവാത്തുല്ലാഹി അലൈക്കും. ഇതങ്ങ് പാടിക്കഴിഞ്ഞ ഷിർക്ക്. മുട്ടാൻ പാടില്ലത്രേ, പാട്ട് പാടാൻ പാടില്ലത്രേ. മഅദല്ലാഹ്. നിങ്ങൾക്കറിയില്ലേ, പുണ്യനബി മദീനത്തേക്ക് ചെന്നപ്പോ മദീനയുടെ ഇരുവശങ്ങളിലായി മദീന നിവാസികളുടെ കുട്ടികൾ ദഫെടുത്തില്ലേ, മുട്ടിയില്ലേ, പാട്ടുപാടിയില്ലേ. തൽഹ അൽ ബദറു അലൈന മിൻ സനിയത്തിൽ വദാഇ വജബ ശുക്രു അലൈന നദഅ ലില്ലാഹി ദാഇ. നബിയെ കണ്ടപ്പോൾ കുട്ടികൾ പാട്ടുപാടുകയാ, ദഫ്മുട്ടുകയാ. ഇത് കണ്ടപ്പോൾ റസൂൽ എന്തേ പറഞ്ഞത്? മക്കളെ, ദഫ്മുട്ടാൻ പാടില്ല, പാട്ട് പാടാൻ പാടില്ല എന്ന് പറഞ്ഞില്ല. പിന്നെന്തേ പറഞ്ഞ? കുട്ടികളോട് റസൂൽ ചോദിക്കുന്നു, കുട്ടികളെ, ഹൽ തുഹിബ്ബൂനനി,
നിങ്ങൾക്കെന്നോട് ഇഷ്ടമുണ്ടോ? നിങ്ങൾക്കെന്നോട് ഇഷ്ടമുണ്ടോ? ആ കുട്ടികൾ പറഞ്ഞു, നബിയേ വല്ലാഹി ഇന്നാ നുഹിബ്ബുക യാ റസൂലല്ലാഹ്. അത് നബിയേ, അള്ളയാണ് സാക്ഷി, അങ്ങേ ഞങ്ങൾ വല്ലാതെ ഇഷ്ടപ്പെടുന്നു. അപ്പൊ എന്തേ റസൂലുള്ളാഹി പറഞ്ഞത്? ഇഷ്ടം മഹബത്ത് എന്നൊക്കെ പറഞ്ഞ വെപ്പ് മുട്ടലല്ല, പാട്ട് പാടല്ല, വലിച്ചെറിയും ദഫ്, നിർത്തൂ പാട്ട് പറഞ്ഞില്ല. പിന്നെ എന്തേ റസൂലുള്ളാഹി പറഞ്ഞത്? ദഫ് മുട്ടുന്ന കുട്ടികളോട്, പാട്ട് പാടുന്ന കുട്ടികളോട് അവരിലേക്കൊന്ന് ഇറങ്ങിച്ചെന്നുകൊണ്ട് അവരെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് ആലിംഗനം ചെയ്തുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, മക്കളെ വല്ലാഹി ഇന്നി യുഹിബ്ബുക, വല്ലാഹി ഇന്നി യുഹിബ്ബുക, വല്ലാഹി ഇന്നി യുഹിബ്ബുക ഖാലഹാ സലാസ മർറാത്ത്. 3 വട്ടം മുത്തുനബി പറയാണ്, മക്കളെ നിങ്ങൾ എനിക്കിഷ്ടമാ, നിങ്ങൾ എനിക്കിഷ്ടമാ, നിങ്ങൾ എനിക്കിഷ്ടമാണ്, അല്ലാഹുവാണ് സാക്ഷി, അല്ലാഹുവാണ് സാക്ഷി, അല്ലാഹുവാണ് സാക്ഷി. ആരെ? ദഫ് മുട്ടുന്ന കുട്ടികളെ, പാട്ടുപാടുന്ന കുട്ടികളെ. എന്റെ പ്രിയപ്പെട്ടവരെ, റബീഉൽ അവ്വൽ വരുമ്പോ ആഹ്ലാദിക്കുക. മിലാദുൽ മൈമൂനു യംനൻ കാമില ഖദ് ജാഅ ഫിൽ ഇസ്ലാമി ഈദൻ അക്ബറാ. അല്ലാഹു നൽകിയ വലിയൊരു അനുഗ്രഹമല്ലേ. وما أرسلناك إلا رحمة للعالمين ومن قبل هذه الرحمة وشكر هذه النعمة سعد في الدنيا والآخرة. അല്ലാഹു നൽകിയ അനുഗ്രഹത്തിൽ ശുക്ർ ചെയ്തവരൊക്കെ വിജയിക്കും. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എന്നിട്ട് അവർ പറഞ്ഞു, ദഫ്ഫൂട്ടാൻ പാടില്ല, പാട്ട് പാടാൻ പാടില്ല. തങ്ങൾ 2 കാര്യം പറഞ്ഞത്. ഒന്ന്, പാട്ടപുരയിലേക്ക് കാര്യമായിട്ട് കൊടുക്കാൻ എല്ലാവരും സഹായിക്കണം. നമുക്ക് മുടിയില്ല, പൊടിയില്ല, മോടിയില്ല, കോടിയില്ല. നമുക്കുള്ളത് ഈ നാണയത്തൊട്ടുള്ള ശേഖരണം മാത്രമാണ്. എല്ലാവരും നല്ലൊരു സംഘം. ഞാൻ ഇത്രയൊന്നും പറയില്ല. തങ്ങൾ 100 കവിയെ കുറയരുത് എന്നൊക്കെ പറയുന്നുണ്ട്. 100 കോടുന്ന ആളുകളല്ല. ഞങ്ങൾ ഈ സംഘടനയോട്, ഈ നാട്ടുകാരുടെ സ്നേഹമാണത്. എല്ലാവരും 100 രൂപ കൊടുക്കണമെന്ന ബഹുമാനോട് തങ്ങളുടെ നിർദ്ദേശമാണ്. ഈ നാട്ടുകാർ തങ്ങളെ സ്നേഹിക്കുന്നവരാണ്, ആദരിക്കുന്നവരാണ്. ഇൻഷാ അല്ലാഹ് അത് സ്വീകരിക്കുമ്പോൾ അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാവരുടെയും നല്ല ലക്ഷ്യങ്ങൾ അല്ലാഹു നിറവേറ്റി കൊടുക്കുമാറാവട്ടെ. അപ്പൊ എന്റെ പ്രിയപ്പെട്ടവരെ, മുത്തുനബിയെ സ്നേഹിക്കുക. ആ സ്നേഹത്തിന്റെ ഭാഗമാണ് ഇതൊക്കെ. ഈ നബിദിന പരിപാടികളൊക്കെ സ്നേഹത്തിന്റെ ഭാഗമാണ്. നബിദിനത്തിൽ സന്തോഷിക്കൽ സ്നേഹത്തിന്റെ ഭാഗമാണ്. നബിദിനത്തിൽ പൊട്ടിക്കരഞ്ഞ ഒരേ ഒരു വ്യക്തി മാത്രമേ ലോകത്തുള്ളൂ, അത് ഇബ്ലീസാണ്. ഇബ്ലീസ് ചരിത്രത്തിൽ കാണാം 4 വട്ടം പൊട്ടിക്കരഞ്ഞതിന്. ഇബ്ലീസ് 4 വട്ടം. ഒന്ന് ഹീനല്ലോ ഇന ഇബ്ലീസിനെ ശപിക്കപ്പെട്ടപ്പോൾ. 2 ഹീന ഉഖ്രിജ ഇബ്ലീസിനെ സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടപ്പോൾ. 3 ഹീന വുലിദൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തുനബിയുടെ ജന്മദിനത്തിന്റെ അന്ന് ഇബ്ലീസ് പൊട്ടിക്കരഞ്ഞു. എന്നുവെച്ചാൽ ആൾക്കരഞ്ഞ് കണ്ടോടെ റബീഉൽ അവ്വൽ 1 ആയിക്കഴിഞ്ഞ ഇവർക്ക് ഇടങ്ങേറാം. നിബിധനാഘോഷം ചുരുക്കണം, ഇനി എന്തൊക്കെ പറൂരട്ടങ്ങേറി എന്താണെന്നറിയില്ല. പിന്നെ എപ്പോഴാണ് ഇബ്ലീസ് പൊട്ടിക്കരഞ്ഞത്? സൂറത്തുൽ ഫാത്തിഹ, സൂറത്തുൽ ഫാത്തിഹ ഇറങ്ങിയപ്പോ അന്നൊന്ന് ഇബ്ലീസ് പൊട്ടിക്കരഞ്ഞു പോയി. ഇന്നങ്ങനെ തന്നെയല്ലേ. ഇപ്പൊ നമ്മളെ വീട്ടിൽ നിന്ന് ആരും ഗൾഫ് പോകണേ തങ്ങളെ വിളിക്കും. ഞങ്ങളിപ്പോ പടന്നിട്ട് ഗൾഫ് പോണ ആളോട് വന്നിക്കട്ടെ അൽ ഫാത്തിഹ അല്ലേ. ആരെങ്കിലും മരണപ്പെട്ട വീട്ടിൽ നിന്ന് അൽ ഫാത്തിഹ. അപ്പോഴോ അപ്പൊ നോക്കിക്കൊണ്ട് ചില ആൾക്കാരെ മൊത്തത്തിൽ എന്താണോ ഓതുന്നത്? വിശുദ്ധ ഖുർആൻ അല്ലേ. എന്തൊരടങ്ങേറാ, എന്തൊരു പ്രയാസമാണ് ചില ആളുകൾക്ക്. സൂറത്തുൽ ഫാത്തിഹ കേൾക്കുന്നത് പോലും വല്ലാത്ത പ്രയാസം. എന്റെ പ്രിയപ്പെട്ടവരെ പെട്ടുപോകണ്ട, എന്റെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ പെട്ടുപോകണ്ട. സൂറത്തുൽ ഫാത്തിഹയെ കുറ്റപ്പെടുത്തുകയാ, സൂറത്തുൽ ഫാത്തിഹയെ കളിയാക്കുകയാണ്. ഗ്രിയാസരാഹി പറയാണ്, ഫാത്തിഹ കൊണ്ട് ഈ സുന്നികളെ കൊണ്ട് ഇടങ്ങാറായി. എവിടെ നോക്കിയാലും ഫാത്തിഹ ഓതാണ്. എന്താ കുറ്റം? ഫാത്തിഹ ഓതാണ് പറയട്ടെ. ഇത്ര സ്ഥലത്ത് അനങ്ങാനൊക്കെ മനുഷ്യന്മാര് ഒരാൾ ദുബായി പോകുകയാണെങ്കിൽ അന്നൊരുക്കും അവരുടെ അൽ ഫാത്തിഹ. പുരക്ക് കുറ്റിയടിക്കാൻ അൽ ഫാത്തിഹ, പുരക്ക് കട്ടിൽ വെക്കുമ്പോ അൽ ഫാത്തിഹ, പുതിയ പരി കൂടുമ്പോ അൽ ഫാത്തിഹ, അച്ഛനോകുമ്പോ അൽ ഫാത്തിഹ, പുതിയ ആപ്പിളിറങ്ങിയ അൽ ഫാത്തിഹ, പുതിയ ഇറങ്ങിയ അൽ ഫാത്തിഹ, അച്ഛനോകുമ്പോ അൽ ഫാത്തിഹ. തീരിയാനും അറിയാനായിക്കോല. എന്താ കുറ്റം? ഫാത്തിഹ ഓതുന്നുണ്ട്. പിന്നെ ഞങ്ങൾ എന്താ ഓതണം? നിങ്ങളൊന്ന് പറയും. ഞങ്ങൾ ചെയ്യുന്ന കുറ്റപ്പെന്താ? ഫാത്തിഹ ഓതി. ഇബ്ലീസ് പൊട്ടിക്കരഞ്ഞ രംഗമാണ്. ഹീന
ഉൻസിറത്ത് സൂറത്തുൽ ഫാത്തിഹ. ഫാത്തിഹ അവതരിപ്പിക്കപ്പെട്ടപ്പോൾ മുത്തുനബിയുടെ ജന്മദിനത്തിണ്ടെന്ന് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. നബിയോടുള്ള സ്നേഹം എന്റെ പ്രിയപ്പെട്ടവരെ മനസ്സിൽ രൂഢമൂലമാകണം. ആ പുണ്യനബിയെ വല്ലാതെ സ്നേഹിക്കുക. നബിക്കതിൽ ആര് കടന്നു വന്നാലും എന്റെ പ്രിയപ്പെട്ടവരെ എന്തു തന്നെ നേരിടേണ്ടി വന്നാൽ മുഖം നോക്കാതെ ശക്തമായി പ്രതികരിക്കണം. അത് സ്നേഹത്തിന്റെ ഭാഗമാണ്, വിശ്വാസത്തിന്റെ ഭാഗമാണ്. പുണ്യനബിയെ വേദനിപ്പിക്കുന്നൊരു വാക്ക്, പുണ്യനബിയെ വേദനിപ്പിക്കുന്നൊരു പ്രവർത്തനം ആരവക്കെന്നുണ്ടായാൽ കണ്ടു നിന്നുകൂടാ. കണ്ടില്ലേ സയ്യിദുനാ ഖുബൈബ് റളിയല്ലാഹു അൻഹു തൂക്കുമരത്തിലേറ്റുമ്പോ തൂക്കിലേറ്റി കൊല്ലാൻ നിൽക്കുമ്പോഴല്ലേ ശത്രുക്കൾ ചോദിക്കുന്നത്, ഖുബൈബേ രക്ഷപ്പെടുന്ന ഒരു മാർഗമുണ്ട് ഖുബൈബേ, എന്താ മാർഗം? പുണ്യനബിയെക്കുറിച്ചൊരു വാക്ക് പറഞ്ഞാൽ മതി. വേണമെങ്കിൽ ഖുബൈബിന് ചെയ്യാൻ റളിയല്ലാഹു അൻഹു എന്ത് പറഞ്ഞാൽ മതി? വേറൊന്നും പറയേണ്ട ഖുബൈബേ, നിന്റെ സ്ഥാനത്ത് ഈ നിൽക്കുന്ന തൂക്കുമരത്തിൽ വരേണ്ടത് മുഹമ്മദാണെന്നൊരൊറ്റ വാക്ക് പറഞ്ഞാൽ ഖുബൈബേ നിനക്ക് രക്ഷപ്പെടാം. എന്തേ ഖുബൈബ് റളിയല്ലാഹു പറഞ്ഞു, ഇല്ല, എന്റെ സ്ഥാനത്ത് പുണ്യനബി വരുന്നത് പോയിട്ട് മുത്തനബിന്റെ കാലിൽ ഒരു മുള്ളു പിറക്കുന്നത് പോലും ഉൾക്കൊള്ളാൻ ചിന്തിക്കാൻ കഴിയില്ല. മുഅ്മിനീങ്ങളെ, ആ സ്നേഹമായിരിക്കണം നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടത്. കണ്ടില്ലേ മുത്തുനബി വഫാത്ത എന്ന് കേട്ടപ്പോ, പുണ്യനബി വഫാത്ത എന്ന് കേട്ടപ്പോ ഒരു സഹാബി തന്റെ കൈയുള്ള കത്തിയെടുത്തില്ലേ, കണ്ണിലേക്ക് കുത്തിയില്ലേ, രണ്ട് കണ്ണും കുത്തി പൊട്ടിച്ചിട്ട് പറഞ്ഞില്ലേ, വേണ്ട മുത്തുനബിയില്ലാത്ത ദുനിയാവെനിക്ക് കാണണ്ട. എന്റെ പ്രിയപ്പെട്ടവരെ, അതാണ് സ്നേഹം. മുത്തുനബിക്കതിൽ വരുന്ന ഏത് ധിക്കാരങ്ങളെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പേരിൽ നടത്തുന്ന എന്തൊക്കെ തട്ടിപ്പുകളുണ്ടോ അവിടേക്ക് ശബ്ദിക്കാൻ കഴിയുന്നുണ്ടോ? അൽ ഹബ്ബു ഫില്ലാഹ് വൽ ബുഗ്ദു ഫില്ലാഹ്. അല്ലാഹുവിന്റെ മാർഗ്ഗത്തിലുള്ള സ്നേഹമാണ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിലുള്ള കോപമാണ്. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ടാ ഈ മുടിയെ നമ്മൾ എതിർക്കാൻ കാരണം. ഈ മുടിയെ എതിർക്കാതിരിക്കാൻ കഴിയില്ല. എന്തേ കാരണം? റസൂലുള്ളാഹിന്റെ മുടിക്ക് പ്രത്യേകത ഉള്ളതുകൊണ്ടാണ് ഈ മുടി എതിർക്കുന്നത്. നബിയോട് മഹബത്തുള്ളതുകൊണ്ടാണ് ഈ മുടി എതിർക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറഞ്ഞാൽ മതി? ഒരു മുടി ഞങ്ങൾ സ്വീകരിക്കില്ല പറഞ്ഞാൽ മതി. നമ്മൾ എന്തേ പറഞ്ഞത്? ഈ മുടി ശരിയല്ല. ഇതല്ലേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ഈ കൊണ്ടുവന്ന മുടി ശരിയല്ല. കാരണം എന്ത്? കാരണം എല്ലാവർക്കും അറിയല്ലോ. എങ്ങനെ ഈ മുടിയൊക്കെ മുത്തുനബിയിലേക്ക് ചേർത്തി കൊടുക്കും? നിങ്ങളൊന്ന് പറയും. ഈ മുടിയൊക്കെ മുത്തുനബിന്റെ മുടിയാണെങ്കിൽ, നമ്മളൊക്കെ മുത്തുനബിയെ സ്നേഹിക്കുന്നവരാണെങ്കിൽ ഒന്നും വേണ്ട, മുത്തുനബിന്റെ മാദിഹിന്റെ പേരിൽ അറിയപ്പെടുന്ന നിങ്ങളുടെ നാട്ടുകാരൻ ബഹുമാന്യനായ ബാപ്പുട്ടി മുസ്ലിയാർ, നല്ല പേരോട് വിളിക്കല് പകര മുഹമ്മദ് ഹസനി പകര ബാപ്പുട്ടിയിലൊരു മുടി ഇങ്ങനെ വളർത്തണ്ടേ? കാരണം മുത്തുനബിന്റെ ചര്യ പിൻപറ്റുകയാണെങ്കിൽ മുടി എത്ര വേണം? തര വേണം. മുപ്പര ദർശനം പഠിക്കുന്ന കുട്ടികളൊക്കെ മുടി എന്താവണം? അരക്കൊപ്പം. നമ്മളെ ബാബു ആന്റണി വളർത്തിയായിരിക്കും വളർത്തുന്നല്ലേ? അല്ല, സ്നേഹം എന്ന് പറഞ്ഞ ഫി അഖ്വാലിഹി വ അഫ്ആലിഹി എന്നല്ലേ? നബിയുടെ വാക്കുകളിൽ പ്രവർത്തനങ്ങൾ ഉണ്ടാവണ്ടേ? ഇതല്ലേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ഇതിന്റെ പേരിൽ നിങ്ങളെ നാട്ടുകാരൻ, നിങ്ങളാരും വേദനിക്കരുത്, പെട്ടെന്ന് മനസ്സിലാക്കാണ്ടി പറഞ്ഞത്. അദ്ദേഹം നമ്മളെ കുറിച്ച് പറഞ്ഞ പദപ്രയോഗങ്ങൾ എന്തൊക്കെയാ? പിശാച് നമ്മളെ കുറിച്ച് പറഞ്ഞു. പിശാചുക്കളാണ് ഈ മുടി എതിർക്കുന്നത് പറഞ്ഞില്ലേ? ഇയാൾക്ക് എന്ത് പറ്റിപ്പോയി? ഇയാൾ എന്ത് ഇങ്ങനെയൊക്കെ ആയിപ്പോയി? എന്തൊക്കെയാണ് പ്രസംഗിച്ചത്? ബുദ്ധിയില്ലാത്തവരാണ്, പിശാചുക്കളാണ്, എന്തൊക്കെ പദപ്രയോഗങ്ങളാ നമ്മളെ അദ്ദേഹം പറഞ്ഞത്. പറയട്ടെ അദ്ദേഹം. ആ മുടിയോട് തുല്യമായ മുടിയില്ല. ആരോ പറഞ്ഞത്രേ, മർക്കസിൽ ഉസ്താദിന്റെ കയ്യിലേക്ക് വന്ന മുടിയെ സംബന്ധിച്ച്, ഷാരു മുബാറക്കിനെ സംബന്ധിച്ച്, കാള പ്രസവിക്കുമ്പോഴെന്ന് കേട്ടപ്പോഴേക്കും കയറെടുക്കണ്ടാണ്. പിശാചേ എന്നോട് പറഞ്ഞിട്ടില്ല കാള ചെയ്യുന്നതിനും. പിശാചേ എന്നോട് പറഞ്ഞിട്ടില്ല. നമ്മൾ പിശാചുക്കളായി. ഇയാളെ വാക്കുകൾ നോക്കികൾ വാലിമൽ അല്ലാമയാണത്രേ അദ്ദേഹത്തിന്റെ പദപ്രയോഗം. പിശാചേ. മറ്റു സ്ഥലത്ത് അദ്ദേഹം പറയുന്നു, ഈ മുടി എതിർക്കുന്ന ആളുകളൊക്കെ കാഫിര്യങ്ങളാണ്. ഇമാം ഫഖറുദ്ദീൻ റാസി റഹ്മത്തുള്ളാഹിയുടെ തഫ്സീർ റാസിയിലെ ഒരു ഇബാറത്ത് അടർത്തിയെടുത്തിട്ട് ഇയാൾ പറയാം. തഫ്സീർ റാസി പറഞ്ഞിട്ടുണ്ട്, എന്തിനാ പകരക്കാരൻ ഹസനി നിങ്ങൾ ഇമാര് തട്ടിപ്പെടുത്തുന്നത്? വേണമെങ്കിൽ ആ ഇബാറത്ത് വെച്ചുകൊണ്ട് ചർച്ചയ്ക്ക് ഞങ്ങൾ റെഡിയാണ്. എന്താണ് ആ ഇബാറത്ത് പറഞ്ഞത്? അത് നിങ്ങൾ പറയട്ടെ. അത് മുടിയിട്ട് എന്ത് ബന്ധമുള്ളത്? തഫ്സീർ റാസിയെ കുറിച്ച് ഒരു അട്ടിമറി നടത്തിക്കൊണ്ട് അദ്ദേഹം നമ്മളെ കാഫിറാക്കുന്നവരോട് പറയട്ടെ. മോശപ്പെട്ടവരായിരിക്കുമെന്ന് മുത്തുനബി
പറഞ്ഞത് ഇവരെ പറ്റിയല്ല, പിന്നെ ആരെ പറ്റിയാണ് നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹുവിന്റെ റസൂലിന്റെ മുടിയെ താഴ്ത്തുകയും ഫഖ്റുദ്ദീൻ റാസി സൂറത്തിൽ എന്നെ തഫ്സീറിൽ കൊടുത്തതായി കാണാം. നബിയേ, അവിടുത്തെ ഒരു മുടിയെ ഒരാൾ താഴ്ത്തിയത് അവൻ ഇസ്ലാമിൽ പുറത്താണ്. ആർക്കുണ്ട് പേടി? ആ മുടിയൻ ആർക്കുണ്ട് പേടി? നമ്മളൊക്കെ കാഫറാകണം. അത് മൂല്യരെ ഈ മുടിയെക്കുറിച്ച് പറഞ്ഞതല്ല, അത് റസൂലുള്ളാഹിന്റെ മുടിയെക്കുറിച്ച് പറഞ്ഞതാണ്, തിരികേശത്തെക്കുറിച്ച് പറഞ്ഞതാണ്. മാത്രമല്ല, റസൂലുള്ളാഹിന്റെ തിരികേശത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ട് വേറൊരു മുടി കൊണ്ടുവന്നാൽ അവർ സംഭവിക്കു പോകുന്നു പോകുന്ന വിഷയത്തെക്കുറിച്ച് പറഞ്ഞതാ. പറയട്ടെ അദ്ദേഹം. നിഷേധിക്കണം. ഉസ്താദത്തിന് മോശക്കാരായിക്കോട്ടെ എന്റെ കാഴ്ചപ്പാട് അറിയാം. ഉസ്താദ് വളരെ മോശപ്പെട്ടെന്നായിക്കോട്ടെ, അതെന്നെ മെയിൻ പ്രശ്നമായി. ഉസ്താദിന്റെ കയ്യിലാണ് മുടി. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒന്നുകൂടി ആലോചിക്കണം. പറയട്ടെ. ഭാഗിക്കുന്ന ടൈമിൽ അബൂ തൽഹ തങ്ങളോട് പറഞ്ഞു, എന്റെ വലത്ത് മുടി എടുത്തിട്ട് മുസ്ലിം സ്ത്രീകൾക്ക് ഭാഗിച്ചു കൊടുത്തു. എന്തിനാണ് നിങ്ങൾ കൊടുത്തത്? ആളുകൾക്കൊക്കെ നിങ്ങളത് ഭാഗിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു. നബി തങ്ങൾ ആ വാക്ക് പറയുമ്പോൾ നിങ്ങൾക്കറിയുമോ, ജീലാനി തങ്ങൾ അറിയുന്നു. ജീലാനി തങ്ങൾ പറയുന്നു, ഞാൻ എന്റെ മുരീദന്മാരെ കാണുമ്പോൾ ഖിയാമത്ത് നാൾ വരെ വരുന്ന എന്റെ മുരീദന്മാരെ മുഴുവനും ഞാൻ കാണുന്നു എന്ന് റസൂലുള്ളാഹിന്റെ ഉമ്മത്തിലെ ഒരു വലിയ പറഞ്ഞെങ്കിൽ അത് നബി തങ്ങൾ അറിയും. ആ പണ്ഡിതന്മാരിൽ ആരൊക്കെയാണ് തത്വ ഉള്ളതെന്ന് നബി തങ്ങൾക്കറിയും. ആരൊക്കെയുടെ കയ്യിലേക്ക് മുടിയെത്തിക്കണമെന്ന് നബി തങ്ങൾക്കറിയും. ആ നബിയെ താഴ്ത്തലാണ് നീ ചെയ്യുന്നത്, ഉസ്താദിനെ താഴ്ത്തുന്നതെന്ന് നീ മനസ്സിലാക്കണം. കാന്തവർ സ്ഥാനത്ത് താഴ്ത്തിക്കഴിഞ്ഞാൽ ആരെ താഴ്ത്തുന്നത്? റസൂലുള്ളാഹിനെയാണ്. എന്താണ് ആ പറച്ചിലൊക്കെ? കാന്തപുരത്തിന്റെ കയ്യിലുള്ള മുടി ശരിയല്ല എന്ന് പറഞ്ഞ ആരെ തരം താഴ്ത്തലാണത്? പുണ്യനബിയെ തരം താഴ്ത്തലാണ്. എന്ത് പറ്റിപ്പോയി ഉസ്താദേ നിങ്ങൾക്കൊക്കെ? നിങ്ങളൊക്കെ മുട്ടിയിട്ട വള്ളല്ലേ കുടിച്ചു, വേറെന്തോ കുടിച്ചു പോയി. എനിക്ക് സംശയമുണ്ട്. പണ്ട് ഉസ്താദിന്റെ ഇടയ്ക്കൊരു പൊടി കലക്കി കൊടുത്തിരുന്നത്, ആ പൊടി മദീനത്തെ പൊടിയൊന്നുമല്ല, വേറെന്തോ ഒരു പൊടിയാണ്. നിങ്ങൾ ആലോചിച്ചു, നിങ്ങൾ എന്തൊക്കെ ഇയാൾ പ്രസംഗിച്ചത്? ഇയാൾ പറഞ്ഞു എന്തൊക്കെ ഇയാൾ കാടുകയറി പ്രസംഗിച്ചു. നിങ്ങൾ അറിയണം, ഈ കാന്തപുരത്തിന് വേണ്ടി എന്തൊക്കെ പ്രസംഗിച്ചു നടന്ന ഈ വ്യക്തി. നമുക്ക് വേദന, ഞാൻ അദ്ദേഹത്തെ വ്യക്തിപരമായി കുറ്റപ്പെടുത്തുകയില്ല. അദ്ദേഹം ചെയ്തുപോയ ആദർശവിരുദ്ധമായ പ്രവർത്തനങ്ങളുള്ള നമ്മുടെ വേദന ഈ നാട്ടിൽ വെച്ച് പങ്കുവെക്കുകയാണ്. പകരിലത് പറയാതിരിക്കാൻ കഴിയില്ലല്ലോ. ഇത്ര വേദന ഉണ്ടറിയുന്നത്. എന്തൊക്കെയാണ് പറഞ്ഞത്? ഉസ്താദിന് വേണ്ടി എന്തൊക്കെ പ്രസംഗിച്ചു, ആ പള്ളിക്ക് വേണ്ടി എന്തൊക്കെ പ്രസംഗിച്ചു. ഇയാൾ പൊട്ടിക്കരഞ്ഞിട്ട് പറഞ്ഞു മുടിപ്പള്ളി വരും, അതിന് 40 കോടി കൊടുത്തപ്പോൾ 4000 കോടി കൊടുക്കുന്നതാണ്. ഉസ്താദ് 40 കോടി വെച്ചുള്ളൂ. 40 കോടി ഉസ്താദിനും കുട്ടികൾക്കും തഴഞ്ഞില്ല. ഇങ്ങോട്ട് മൂപ്പർക്കൊന്നും കിട്ടിയില്ല. മൂപ്പർ 4000 കോടി കൊടുക്കുന്നില്ലായിരുന്നു. 40 കോടി കൊടുത്തപ്പോൾ 4000 കോടി. അവിടെയും പറഞ്ഞു ബുദ്ധിയില്ലാത്തവരാണ് സംസ്ഥക്കാരൻ. എന്തൊക്കെ ശൈലികൾ അദ്ദേഹത്തിന്റെ, നിങ്ങൾ നിങ്ങൾക്ക് പറയട്ടെ. ആ മുടി സൂക്ഷിക്കാനാണ് നാം 40 കോടിയുടെ പള്ളിയുണ്ടാക്കുക. 40 കോടിയല്ല, 4000 കോടിയും നമ്മൾ ചെലവഴിക്കേണ്ടത് റസൂലുള്ളാഹിക്ക് വേണ്ടിയാണ്. അതൊരു അധികപ്പെട്ട സഹോദരന്മാരെ. ആ മുടി സൂക്ഷിക്കാൻ, ഈ മുടി കാന്തപുരത്തിന്റെ കൈവശമുള്ള മുടി സൂക്ഷിക്കാനാണ് 40 കോടിയുടെ പള്ളി ഉണ്ടാകുന്നത്. പാവം പകര നമ്മളെ സ്വപ്നജീവി ഇതെന്ന് പറഞ്ഞ് ഇങ്ങനെ നടക്കാം. ഉസ്താദ് പറഞ്ഞു അവിടെ നിന്നൊക്കെ വിട്ടു. ഉസ്താദ് ആ സ്റ്റേഷനൊക്കെ വിട്ടുപോയി. ഇയാൾ എപ്പോഴും പറഞ്ഞടക്കാം 40 കോടി രൂപ പള്ളി ഉണ്ടാക്കുന്നത് മുടി വെക്കാനാണ്. പറയട്ടെ, അദ്ദേഹം കുറച്ചുകൂടി പറയട്ടെ. നമ്മുടെ കാശ് അതിലുള്ളതാണ്, നമ്മളെല്ലാം അതിന് പങ്കുചേരുക. വലിയ അനുഗ്രഹമല്ലേ. ചിലർ പറയുന്നു 40 കോടിക്കൊക്കെ പള്ളി ഉണ്ടാക്കുക, 25,000 ആളുകൾക്ക് നിസ്കരിക്കണോ? ബുദ്ധിയില്ലാത്ത അക്കല്ലാതെ എന്ത് പറയാ? 25,000 പേർക്ക് നിസ്കരിക്കണ്ടേ? അപ്പൊ പിന്നെ 40 കോടി രൂപ പള്ളിയൊക്കെ ഉണ്ടാക്കണ്ടേ? ബുദ്ധിയില്ലാത്ത അക്കലില്ലാത്തൊരു പറയാം. നമുക്ക് ബുദ്ധിയില്ലാത്തതാണ്. കോഴിക്കോടങ്ങാടിയിൽ ആളുകൾക്ക് നിസ്കരിക്കാൻ ഇടമില്ലാതെ കോഴിക്കോട് നഗരം വീർപ്പുമുട്ടിയിരിക്കുക. അപ്പൊ 25,000 പേർക്ക് നിസ്കരിക്കാൻ വലിയൊരു പള്ളി കോഴിക്കോട് നഗരത്തിൽ വരാൻ പോകുന്നു. ഇതാ ഉസ്താദ് പറഞ്ഞതിന്റെ രത്നിച്ചിരിക്കും. എന്നാലോ കാന്തപുര സ്ഥാപനം എന്താ? കാന്തപുര സ്ഥാപനം 25,000 റുപ്യക്ക് 25,000 ആളുകൾക്ക് നിസ്കരിക്കാൻ നിൽക്കുന്ന ആദ്യം പിരിവ് നടത്തിയെങ്കിൽ ഇപ്പൊ സ്ഥാപനം എന്താ? അങ്ങനെ പള്ളി നമ്മൾ ചരിത്രത്തില്ല. അങ്ങനെ പള്ളിയില്ല. ഞങ്ങൾക്ക് ഓർമ്മല്ലേ, കേരളത്തിലുടനീളം ഇവർ ബോർഡ് വെച്ചിരുന്നു. എന്താ ബോർഡ് വെച്ചിരുന്നത്? തിരികേശ സൂക്ഷിപ്പിനൊരു ഉത്തമ കേന്ദ്രം എന്ന് പറഞ്ഞിട്ട് കേരളത്തിലുടനീളം ഇവർ ബോർഡ് സ്ഥാപിച്ചിരുന്നു.
എവിടെ ഇന്ന ബോർഡ്? ഇന്ന ബോർഡ് കാണാനല്ല, അതാണ് ഈ ബോർഡ് നിങ്ങൾക്ക് ഓർമ്മല്ലേ? തിരികേശ സൂക്ഷിപ്പിനൊരു ഉത്തമ കേന്ദ്രം. ഇതും പറഞ്ഞിട്ട് നമ്മളെ സ്വപ്നജീവി നാടുകളെ വഴന്ന് പറഞ്ഞ് നടന്നു. റസൂലുള്ളാഹിനെ മുടി വെക്കാനാണ് 40 കോടിയല്ല 4000 കോടി കൊടുത്താലും മതിയാകൂല. ആ പാവം നീട്ടി പരത്തി വഴന്നു പറഞ്ഞു. കൈ കാശൊക്കെ കീശിലായപ്പോ കാന്തപുരസ്ഥ കളം മാറി ചവിട്ടി. ഉസ്താദ് പറഞ്ഞെന്താ അങ്ങനെ ഒരു പള്ളിണ്ടല്ല. നിങ്ങൾ കണ്ടെങ്കിൽ പുതിയ ലക്കം മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ കാന്തപുരത്തിന്റെ ചോദ്യം, താങ്കളുടെ ഒരു മാർക്കറ്റിംഗ് തന്ത്രമായിട്ടാണ് പലരും അതിനെ കാണുന്നത്. തിരികേശ സൂക്ഷിക്കുന്ന ഒരു പള്ളി ഉണ്ടാക്കുക, അതിനെ വലിയൊരു തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റിയെടുക്കുക എന്നിങ്ങനെ. ഇത് വലിയൊരു തട്ടിപ്പാട്ടാണ് ആളുകൾ താങ്കളെക്കുറിച്ച് വിലയിരുത്തപ്പെടുന്നത്. അപ്പൊ കാന്തപുരത്തിന് മറുപടി, അങ്ങനെയൊന്നും ഞങ്ങൾ പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്തിട്ടില്ല. തിരികേശത്തിന്റെ പേരിൽ ഒരു പിരിവും ഞങ്ങൾ നടത്തിയിട്ടുമില്ല. പള്ളിയുണ്ടാക്കാൻ ഇതിന്റെ ഒന്നും ആവശ്യവും ഇല്ല. പള്ളി ഉണ്ടാക്കാൻ ഒരു പിരിവിന്റെ ആവശ്യമില്ല. മുസ്താബിരിക്കട്ടെ, മുസ്താബിരിക്കണോട്ടോ. എന്താ പറയുന്നത്? പള്ളി ഉണ്ടാക്കാൻ ഒരു പിരിവിന്റെ ആവശ്യമില്ല. പാവം പകരം പറഞ്ഞു 40 കോടിയല്ല 4000 കോടി കൊടുത്താലും മതിയാകൂല. എന്നിട്ട് ഉസ്താദ് പറയാ ഒരു പിരിവും നടത്തിയിട്ടില്ല, ഞങ്ങൾക്ക് പിരിവിന്റെ ആവശ്യമില്ല. ഉസ്താദ് പിരിച്ചില്ലേ? ആളുകളോട് പറഞ്ഞില്ലേ? മുത്താലിമീങ്ങൾ സ്വന്തം പേരിൽ 1000 രൂപ, മരണപ്പെട്ടുപോയ ബാപ്പാന്റെ പേരിൽ 1000 രൂപ, ഇങ്ങനെ സ്വന്തക്കാരുടെ പേരിലും ബന്ധുക്കളുടെ പേരിലും വളരെ പാവങ്ങൾ, ഒറ്റ സാധുക്കൾ സുബ്ഹാനല്ലാഹ് 1000 രൂപയും 10000 രൂപയും 25000 രൂപയും ഈ പള്ളിക്ക് വേണ്ടി നൽകിയിരിക്കുന്നു. ഇനിയും നൽകണമെന്ന് ഉസ്താദ് പറഞ്ഞില്ലേ? എന്നിട്ട് ഇപ്പൊ ഉസ്താദ് പറഞ്ഞത് അങ്ങനെ ഒരു പിരിവേ ഉണ്ടായിട്ടില്ല. കേൾക്കുന്നു നിങ്ങൾ ഉസ്താദ് പറഞ്ഞു കേട്ടോളൂ. കൂടുതലുള്ളവർ അദ്ദേഹത്തിന്റെ സ്വന്തം വകയിലും മാതാപിതാക്കളും മക്കളും ഭാര്യ ഭർത്താക്കളും ഇങ്ങനെ തരുന്നവരുണ്ട്. ചിലർ ആ പള്ളിയിൽ ഒരാൾക്ക് നിസ്കരിക്കാനുള്ള ചെറിയ ഒരു മുസല്ല സ്ഥലം, മുസല്ല എന്ന് പറഞ്ഞാൽ നിസ്കരിക്കുന്ന മുസല്ല കാർപ്പറ്റിലുള്ളതല്ല, ആ സ്ഥലത്തിന് 25,000 രൂപ കണക്കാക്കി അങ്ങനെ 1-നും 2-നുമൊക്കെ തരുന്നവർ ഉണ്ട്. അങ്ങനെ അൽഹംദുലില്ലാഹ് സാധുക്കളായ ജനങ്ങൾ, പാവപ്പെട്ട മുതഅല്ലിമീങ്ങൾ, സാധുക്കൾ, വളരെ സാധുക്കൾ ഒരു കൂപ്പൺ വാങ്ങുകയാണ്. വളരെ പാവങ്ങൾ, സാധുക്കൾ, പച്ചപ്പാവങ്ങൾ അങ്ങനെ കിട്ടുള്ളൂ. ഒരു അന്തല്ല, മുടി മാത്രമുള്ളൂ, തലല്ല. അങ്ങനത്തെ സാധുക്കൾ 1000 രൂപയുടെ ഒരു കൂപ്പൺ വാങ്ങുകയാണ്. എന്നിട്ടോ അങ്ങനെയുള്ള സാധുക്കളുടെ സഹായത്തോടെ, പാവപ്പെട്ടവരുടെ സഹായത്തോടെ, ലോക മുസ്ലിമീങ്ങളുടെ ഐക്യത്തോടെ ഇൻഷാ അല്ലാഹ് ആ പള്ളി നിലവിൽ വരും. അല്ലാഹു അവര് തൗഫീഖ് നൽകട്ടെ. പള്ളി നിലവിൽ വരിക തന്നെ ചെയ്യും. അന്ന് അല്ലാഹു അക്ബർ. ഉസ്താദ് പറയണോ അങ്ങനെ ഒരു പള്ളിയല്ല സെമിയല്ലാഹു നബിത. അല്ല എന്താ പോയ റുക്കുന്ന് തിരിച്ചു പോരാ? ഉസ്താദ് അന്ന് നിങ്ങൾ പറഞ്ഞപ്പോ ഉസ്താദ് പറഞ്ഞ തക്ബീറല്ലേ? ഇന്ന് കേട്ടോളൂ. എന്തേ ഉസ്താദ് പറയണത്? ഉസ്താദിനോട് ചോദിക്കുന്നു, തിരികേശപ്പള്ളി എന്നൊരാശയം ഇല്ലെന്നാണോ? മറുപടി, അങ്ങനൊരു പള്ളിയില്ല. അങ്ങനെ ഒരു പള്ളിയില്ല. പകരക്കാരൻ അഹ്സരി പോയില്ലേ 40 കോടി 4000 കോടി? എവിടെ പോയി 40 കോടി 4000 കോടിയൊക്കെ എവിടെ? എന്തൊക്കെ പ്രസംഗിച്ചൊരു കാലത്ത് ഞാൻ അങ്ങനെ ഓർത്തു പോക. ഇവരെ കൂട്ടത്തിലൊരു പിരിയൻ സക്കാഫിണ്ട്, 10 പിരിയൻ റഷീദ് സക്കാഫി. സുബ്ഹാനല്ലാഹ്. അയാൾ എന്തൊക്കെയെന്ന് പ്രസംഗിച്ചറിയോ പള്ളിക്ക് വേണ്ടിയിട്ട്? അയാൾ പറഞ്ഞു ഇത് ഇന്ത്യയിലെ ഏറ്റവും വലിയ പള്ളിയായിട്ട് മാറും. മാത്രമല്ല ഈ പള്ളി നിർമ്മാണം കഴിഞ്ഞാൽ, നൂറ്റാണ്ടുകൾ കഴിഞ്ഞാൽ സ്കൂളിൽ പരീക്ഷ പേപ്പറിലൊക്കെ ചോദ്യം വരുത്തരേ, ലോകത്തെ ഏറ്റവും വലിയ പള്ളി നിർമ്മിച്ചത് ആരാ? അപ്പൊ നമ്മളൊക്കെ മറുപടി ചെയ്തേണ്ട എന്ത്? കാന്തപുരം ഉസ്താദ്. പരീക്ഷ തോറ്റാലും പോലും ഞങ്ങൾ കുട്ടികളെ എഴുതിയിട്ടുണ്ട്. അത് കാത്തിക്കണ്ട, ആ ചോദ്യം വെച്ചിരിക്കണ്ട. പിന്നെ ഞങ്ങൾക്ക് ഉറപ്പാണ് ഇതൊരു ചോദ്യം വരൂല. പറയട്ടെ, കൊടുക്കുന്നു. എതിർക്കാൻ തുടങ്ങി. മാത്രമല്ല കൂട്ടരെ, ഈ പള്ളി ഉയർന്നു വന്നാലേ എന്താ നിങ്ങൾ ഇന്ത്യ രാജ്യത്തെ ഏറ്റവും വലിയ പള്ളിയോ
രണ്ട് 4 ലക്ഷം ആൾക്കാരെ പിന്തുണ ചുരുങ്ങിയത് ഏൽപ്പിസ്ഥാനുണ്ട് എന്ന് വരും. എന്റെ കാരണം 4 ലക്ഷം 1000 റുപ്യ വെച്ച് കൊടുത്തിട്ടുണ്ടാവുമല്ലോ. അതുകൊണ്ട് 4 ലക്ഷം ആളുകളെ പിന്തുണ ഉണ്ടാവും. അങ്ങനെയുള്ള 40 കോടിയാവുന്നത്. ഓക്കെ. പിന്നെ ഏൽപ്പിസ്ഥാൻ വഫാത്തായാലും അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ, വഫാത്തായാലും ജീവിക്കുന്ന സ്മാരകമായിട്ട് വരും. അങ്ങനെ വരുമ്പോ ഇപ്പൊ താജ്മഹൽ ഷാജഹാൻ ചക്രവർത്തി ഉണ്ടാക്കി, ലാൽ കില ചെങ്കോട്ട, ദില്ലി ജുമാ മസ്ജിദ്, അതുപോലെ തന്നെ പാർലമെന്റ് മന്ദിരം, ബിർള മന്ദിരം, ഇന്ത്യ ഗേറ്റ്, കുത്തുബ് മീനാർ, അങ്ങനെ പലതും ആസ്ഥാനത്തുണ്ട്. അതൊക്കെ നമ്മുടെ സാമൂഹ്യ പാഠാവലി കുട്ടികളെങ്ങനെ പഠിക്കാൻ ഇന്ന ഉണ്ടാക്കിയത് ഷാജഹാൻ ചക്രവർത്തി ഉണ്ടാക്കിയ മുഗചക്രവർത്തിമാരുണ്ടാക്കിയത്. ഇതുപോലെ കുറെ കാലം കഴിയുമ്പോ ഇന്ത്യ രാജ്യത്തെ ഏറ്റവും വലിയ പള്ളി എവിടെ? കേരളത്തിൽ. അതുണ്ടാക്കിയതായിരുന്നൊക്കെ ചോദ്യം വരുമ്പോ ഈ പുസ്തകം സ്മരിക്കപ്പെട്ടെങ്കിലോ അതുണ്ട്. ഉഹർബിയ പണ്ഡിതമാർ ലക്ഷണം പറഞ്ഞെടുത്ത് കസ്തലാനി പറഞ്ഞിട്ടുണ്ട്. വൽ ഹയാത്തുല്ലബദിയ, മരിച്ച അത് ഉസ്താദിനെ കുറിച്ച് പറഞ്ഞത് വൽ ഹയാത്തുല്ലബദിയാണ് കസ്തലാനി പറഞ്ഞതേ. ബാലുശ്ശേരിന്റെ ഇടം വെച്ച് കൂട്ടാൻ പറ്റുന്ന സൈസാ. പറട്ടെ. അതുകൊണ്ട് എതിർക്കണം. എന്നാൽ ഒരു കാര്യം ഞാൻ പറയട്ടെ എസ്കക്കാരെ, ഈ പള്ളി എതിർക്കുന്ന സാക്ഷാൽ മുജാഹിദ, സാക്ഷാൽ ജമാഅത്ത്, സാക്ഷാൽ എസ്കക്കാര്, നിങ്ങളിപ്പോൾ ആ പള്ളി എതിർത്താലും ഇൻഷാ അല്ലാഹ് ആ പള്ളി കയറിയ ശേഷം ഒരു 100 കൊല്ലം കഴിയുമ്പോ നിങ്ങളുടെ പേരക്കുട്ടികളുടെ കൈകളെ കൊണ്ട് പരീക്ഷ പേപ്പറിൽ ചോദ്യം, ഇന്ത്യ രാജ്യത്തെ ഏറ്റവും വലിയ പള്ളി ഉണ്ടാക്കി ആളാരാണ്? ആ ചോദ്യം വരുമ്പോൾ നിങ്ങളെ കൈകളെ കൊണ്ട് കാന്തവരം നേട്ടിവെക്കും. ഇൻഷാ അല്ലാഹ് ഞങ്ങൾ എഴുതും. ഞങ്ങളല്ല, നിങ്ങളെ കുട്ടികളും എഴുതും. ഒരു 100 നൂറ്റാണ്ടൊന്നും കാത്തിരിക്കേണ്ടി വരൂല, ഒരു 10 പതിറ്റാണ്ടും കാത്തിരിക്കേണ്ടി വരില്ല. നിങ്ങളെ കുട്ടികളും എഴുതും കാന്തപുരം MP അബൂബക്കർ മുസ്ലിയാർ. പക്ഷെ ക്വസ്റ്റ്യൻ വേറെയായിരിക്കും. എന്തായിരിക്കും ക്വസ്റ്റ്യൻ? പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ വ്യാജമൊടി കൊണ്ടുവന്ന് വ്യാജ പിരിവ് നടത്തി കോടികൾ തട്ടിയെടുത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ പള്ളി കോഴിക്കോട് നഗരത്തുണ്ടാക്കുമെന്ന് പറഞ്ഞിട്ട് കോടികൾ തട്ടിയെടുത്ത് പള്ളി പോയിട്ടൊരു തറക്കല്ല് പോലും ഇടാത്ത ലോകത്തെ ഏറ്റവും വലിയ തട്ടിപ്പുകാരനാരാ? SKSSകാരെടുക്കും കാന്തപുരം MP അബൂബക്കർ മുസ്ലിയാർ. SSFകാരാ നിന്റെ കുട്ടികളെ കൊണ്ട് നിങ്ങൾ എഴുതിപ്പിക്കും കാന്തപുരം MP അബൂബക്കർ മുസ്ലിയാർ. അതായിരിക്കും ക്വസ്റ്റ്യനും ആൻസറും. അതിനൊരു 100 നൂറ്റാണ്ടൊന്നും കാത്തിരിക്കേണ്ടിയില്ല. താമസമീന അടുത്ത് കേൾക്കാൻ കണ്ടേ ഉസ്താദ് പറഞ്ഞു അങ്ങനെ പള്ളിയേയില്ല. ഞങ്ങൾ പത്തപ്പിരിയനൊക്കെ എത്ര ഗൗരവത്ത് പ്രസംഗിച്ച ആളാ. എന്റെ പത്തപ്പിരിയൻ എവിടെ? പത്തപ്പിരിയിൽ നിന്ന് വിളിച്ചു നോക്കി. നിങ്ങൾ ഒരു പരിപാടിക്ക് ഇവിടെ മകരിൽ നമ്മൾ പ്രസംഗിച്ചു, മറുപടി വിളിച്ചു നോക്കി. പത്തപ്പേര് പറയും ഞാൻ വേണമെങ്കിൽ വരാം. SKക്കാർക്ക് മറുപടി അറിയാം, വേണമെങ്കിൽ വരാം. ഷെയറങ്ങാർക്ക് തൊടൂല. ഉണ്ടായില്ലേ? അരീക്കോട്ടിൽ SKSമാർ പ്രസംഗിച്ചു, അതിന് മറുപടിക്ക് വേണ്ടി പത്തപ്പിരത്തിനെ ഏൽപ്പിച്ചു. പത്തപ്പിരം പറഞ്ഞാൽ വരൂല. വീണ്ടും നിർബന്ധി ഒരു 2 ഡിമാൻഡ് അംഗീകരിക്കണി വരാം. എന്താ ഡിമാൻഡ് വെച്ചു? ഒന്ന്, ഷെയറേവാറെ കുറിച്ച് ഒന്നും പറയില്ല, SKSനെ കുറിച്ച് ഒന്നും കൊണ്ടുമില്ല. എന്നാ പിന്നെ അങ്ങനെ അങ്ങനെയാണ്, ആയിക്കോട്ടെ എന്നതാണ്. അപ്പൊ പിന്നെ കുറച്ച് ഞാൻ പ്രചാരം പത്തപ്പിരിയും വരൂലാണ്. അപ്പൊ ഒരു പ്രവർത്തകൻ വിളിച്ചു വെച്ചു, അല്ല ഉസ്താദ് നിങ്ങൾ വരൂലെന്ന് അങ്ങനെ കേൾക്കണ്ടല്ലോ, നിങ്ങൾ വരൂലേ? അപ്പൊ ഉസ്താദിന് മറുപടി കേട്ടോണ്ട് വിളിക്കട്ടെ. പത്തപ്പിരത്തിന് ഫോൺ വിളിച്ചേ. ഹലോ അസ്സലാമു അലൈക്കും. സകാത്ത് ഉസ്താദല്ലേ? അതെ, ഞാൻ ഉസ്താദ് വിളിച്ചത് പെട്ടെന്നാണ്. നമ്മള് ചൊവ്വാഴ്ച പരിപാടി പറഞ്ഞിരുന്നല്ലോ. അപ്പൊ അത് പരിപാടിക്കുണ്ടാവില്ലേ? പരിപാടിക്ക് ഞാൻ പറഞ്ഞ ഡിമാൻഡ് അംഗീകരിച്ചാൽ വരും. എന്ത് പറഞ്ഞ ഡിമാൻഡ് അംഗീകരിക്കണമെങ്കിൽ വരാം. ഡിമാൻഡ് അംഗീകരിച്ചാൽ വരും. അത് പറഞ്ഞാൽ ഷെയർബാർക്കും വിവാദങ്ങൾ ഞാൻ തൊടില്ല. എന്താ ഡിമാൻഡ്? ഒന്നാം ഡിമാൻഡ് എന്താ? ഷെയറും ബാർക്ക് ഭാഗത്ത് തൊടൂല. ഒരു 100 നൂറ്റാണ്ട് കഴിഞ്ഞ ആൻസർ എന്ന് പറഞ്ഞ ആളാ പറഞ്ഞത്. നമ്മളിപ്പോ തൊടൂല, തൊടാൻ നമ്മളെ കിട്ടില്ല. അതാ പറഞ്ഞ 100 നൂറ്റാണ്ടൊന്നും കാത്തിരിക്കണ്ട, കുറച്ചു കാലം ഞങ്ങളൊക്കെ എഴുതേണ്ടി വരുന്നത്. പറട്ടെ. ഞങ്ങളെന്തായാലും നമ്മളെന്താന്ന് പറയുന്നത്, നമ്മള് ഇവിടെ SKക്കാർ പരിപാടി വെച്ചിരുന്നു. അവരെന്താ പിന്നെ എന്താ പീരീഡ് പറയുന്ന ഒരാളെ കൊണ്ടുവന്നാണ്ട് പരിപാടി വെച്ചിരുന്നു.
അവര് മൊത്തത്തിൽ നമ്മളെ നല്ലോ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഇപ്പൊ വ്യാപകമായിട്ട് ഇവിടെ പ്രചരണം നടക്കുന്നുണ്ട്, ഉസ്താദ് പരിപാടിയിൽ പങ്കെടുക്കില്ല. നിങ്ങൾ പങ്കെടുക്കുക ഭയങ്കര പ്രചാരം ഇവിടെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഉസ്താദ് പങ്കെടുക്കുക എന്നുള്ളത് നമ്മൾ പിന്നെ നിലനിൽപ്പിന്റെ ആവശ്യമാണ്. ഉസ്താദ് വരില്ല എന്നുള്ള പ്രചാരം വ്യാപകമായിട്ട് നിങ്ങൾ വരില്ല, നിങ്ങൾ നിലനിൽപ്പിന്റെ ആവശ്യമാണ്. അപ്പൊ സക്കാഫിന്റെ മറുപടി നിലനിൽപ്പിനോട് ഞാൻ വരാം, മറുപടിക്കില്ല കേട്ടോളൂ. അതിന് ഞാൻ പങ്കെടുക്കാം, പക്ഷേ എന്നിൽ നിന്ന് നിങ്ങൾ എത്തിച്ച് മറുപടി ഒന്നും പ്രതീക്ഷിക്കരുത്. അത് നിലനിൽപ്പിനാണെങ്കിൽ വരാം, എസ്കക്ക് മറുപടി പ്രതീക്ഷിക്കണ്ട. അപ്പൊ കുട്ടികൾ ചോദിച്ചത് മുജാഹിദിന് മറുപടി അല്ലല്ലോ. എസ്കസ് മറുപടിക്ക് വന്നിട്ട് നിങ്ങൾ വേറെന്തിനും പറഞ്ഞിട്ടെന്താ കാര്യം? ഉസ്താദ് ഞങ്ങളെ വേദന ഒന്ന് മനസ്സിലാക്കണം. അപ്പൊ സക്കാഫിന്റെ മറുപടി, നിങ്ങൾക്കിപ്പോ അവിടെ പോരോട് പ്രസംഗിച്ച വീട്ടിൽ ഒരാഴ്ചത്തെ വേദനയുള്ളൂ. ഞാൻ 4-5 കൊല്ലം ഈ വേദന കൊണ്ട് നടക്കും. ഞാനിത് ആരോടാ പറയാ? ഞാൻ പണ്ട് ക്വസ്റ്റ്യൻ ആൻസർക്ക് പറഞ്ഞു പോകുന്നതാ കേട്ടോളൂ. അങ്ങനെ ഉസ്താദിന് നമ്മളിപ്പോ മുജാഹിദ് ഇവിടെ പരിപാടി വെച്ചിട്ട് അതിനൊരു മറുപടി വെച്ചല്ലോ ഉസ്താദ്. എന്നാ വേണ്ട മനസ്സിലാക്കിക്കോളി. അങ്ങനെ ക്യാൻസലായിക്കോളി. ഞാൻ എസ്കസ് മറുപടി അറിയില്ല, ഷെയർ മുബാറക്ക് മുമ്പില്ല, പറ്റില്ല ക്യാൻസൽ ചെയ്തോളി. എനിക്കറിയാം പത്തപ്പേരത്ത് പോട്ട് ഞങ്ങൾ പ്രസംഗിച്ചു വന്നത്. ഇയാൾ പത്തപ്പേരത്ത് പ്രസംഗിച്ചിട്ട് പറഞ്ഞു, ഞാൻ എന്റെ അലമാരയിലെ കാഭാഗം മാത്രമേ എടുത്തിട്ടുള്ളൂ, ഒരു അലമാരന്റെ വീട്ടിലുണ്ട്, ബാക്കിയൊക്കെ ഇൻഷാല്ലാ അവിടെ ഒക്കെ ഉണ്ട്. നമ്മൾ മറുപടി കൊണ്ടിരുന്നു, എന്റെ വീട്ടിൽ 4 അലമാരുണ്ട്, ഒരു അലമാരന്റെ കാഭാഗം എടുത്തിട്ടുള്ളൂ, 3.25 അവിടെ ബാക്കിയുണ്ട്. നിങ്ങളെ പേര് നമുക്കൊന്ന് പൂട്ടി വെക്കാറുണ്ട്. പിന്നെ 10 പേരത്തിനെ വഹിക്കണ്ടിട്ടില്ല. 10 പേരത്തിന്റെ നാട്ടില് ഇപ്പൊ മൂപ്പര് പറഞ്ഞെന്താ? ഇപ്പൊ ഉപരെന്താ? അത് ക്യാൻസൽ ചെയ്തില്ല, നമ്മളെ കിട്ടൂല. അപ്പൊ കുട്ടികൾ പറഞ്ഞു, ഉസ്താദ് നമ്മളെ വേദനകളൊന്ന് മനസ്സിലാക്കണം. അപ്പൊ മൂപ്പരോട് എന്റെ വേദന ഞാൻ ആരോടാ പറയാ കേട്ടോളൂ. അതല്ല അങ്ങനെ ഉസ്താദ് പറഞ്ഞത്. അല്ല അതീതെ എനിക്കിൻ്റെതാ ഇങ്ങളിപ്പോ നിങ്ങളുടെ ഭാഗത്തെ വിഷമ പറയണത്. ഇങ്ങനത്തെ വിഷമത്ത് പൂരോട് പരിപാടിച്ചപ്പോ 2 വിഷമാണ്, എനിക്ക് 4-5 കൊല്ലത്തെ വിഷമാണ്. ശരി, എന്റെ സങ്കടം ഞാൻ ആരോടാ പറയാ? എന്റെ സങ്കടം ഞാൻ ആരോടാ പറയാ? ഉസ്താദൊന്നും ഇപ്പല്ല, നമ്മൾ പകരക്കാരൻ പറഞ്ഞല്ലേ ഉസ്താദരെ ദോളത്തിലൊന്നും ചെയ്യൂലെന്ന്. അവരാത് പറയാൻ മൂപ്പരും ഇല്ലപ്പോ. എന്റെ വിഷമം ഞാൻ ആരോടാ പറയാ? കണ്ടെങ്കിൽ മുൻകാലങ്ങളിൽ മുടിപ്പള്ളിക്ക് വേണ്ടി പ്രസംഗിച്ച സക്കാഫി, 10 പെരുത്തുകാരൻ സക്കാഫി പറയുന്നു, ആ മുടി മിണ്ടാനാനില്ല, ഷെയറെ മുബാറക്കിനെ കുറിച്ച് അക്ഷരം മിണ്ടാൻ വരില്ല, എസ്കേഎസ്എഫിനെ കുറിച്ച് പറയാൻ എന്നെ കിട്ടില്ലെന്ന് പറയുന്നതാരാ? ഇന്നലകളിൽ കേരളത്തിലുടെ നീളം നടന്നുകൊണ്ട് മുടിക്ക് വേണ്ടി ഏറെ ശബ്ദിച്ച 10 പെരുത്തുകാരൻ സക്കാഫിയാ. എന്റെ പ്രിയപ്പെട്ട പകരക്കാരൻ ഹസനിയോട് ഞാൻ ചോദിക്കട്ടെ, ഹസനേ, എന്തിനാ താങ്കൾ ഇനിയും ആ നീളം മുടിയിൽ തൂങ്ങിപ്പിടിച്ചു നിൽക്കുന്നത്? വേണ്ടല്ലോ, പടച്ചവനെ കുറിച്ചുള്ള ചിന്തയുണ്ടെങ്കിൽ, മരിക്കണമെന്നുള്ള ബോധമുണ്ടെങ്കിൽ ഇനിയെങ്കിലും ഒന്ന് നിർത്തിക്കൂടെ? എന്തിനാണ് ഇനി പിന്നെ നടക്കുന്നത്? നിങ്ങൾ ഇത്ര അതപ്പതിക്കാൻ പാടില്ലായിരുന്നു. എന്താ അയാൾ അവസ്ഥ ആലോചിക്കുന്നത്? എന്തും പറയാൻ, ഉസ്താദിന് വേണ്ടി എന്തുണ്ട് പറയാൻ. എന്തൊക്കെ പറഞ്ഞു? മുത്തനബിനെ കാണണമെങ്കിൽ ഉസ്താദിന് ടിക്കറ്റ് വേണം. നമ്മൾ മാപ്പിടിയിൽ പറഞ്ഞാണൊക്കെ അല്ലേ? ഞാനൊന്നും പെടാൻ ആഗ്രഹിക്കുന്നില്ല അല്ലേ? ലോകാടിസ്ഥാനത്തിന് മുഷാവറയുണ്ടാ, മുഷാവറയിലെ പ്രധാനപ്പെട്ട അംഗമാണ് ആര്? നിങ്ങൾ ആലോചിച്ച് നോക്കി. നിങ്ങൾ കാന്തപുരസ്ഥാനെ കുറിച്ച് മനസ്സിലാക്കിയ ആളുകൾ മനസ്സിലാക്കൂലേ? മുഷാവറിലെ പ്രധാന അംഗത്തിന്റെ കഥ ഇതാണെങ്കിൽ ഔലിയാക്കളെ തരം താഴ്ത്തല്ലേ കൂട്ടരങ്ങൾ ചെയ്തത് അല്ലേ? കാരണം മുഷാവറിലെ പ്രധാന അംഗം എന്താ? എല്ലാ വെട്ടിപ്പും തട്ടിപ്പും എല്ലാ കള്ളത്തരങ്ങളുള്ള ആളല്ലേ മുഷാവറിലെ പ്രധാന അംഗം. ഏറ്റവും ഒടുവിലൊക്കെ നിങ്ങൾ കുറ്റിപ്പുറത്ത് സംഭവം. ഞാൻ എല്ലാം പറയാൻ പോണൊക്കെ ഇട്ട് പോകട്ടെ പെട്ടെന്ന്. ഞാൻ 1/2 മണിക്കൂർ 3/4 മണിക്കൂർ പ്രസംഗിച്ച് പോകാനാണ് തങ്ങൾ എന്നെ കൊണ്ടുവന്നത്. തങ്ങളിപ്പോൾ അങ്ങനെ ഒരു കുറച്ചുകൂടി പോട്ടെ എന്നറിയാം. പിന്നെ തങ്ങന്മാർ പറഞ്ഞാൽ കേൾക്കണമല്ലോ, വേറെ കോലല്ലോ. നമ്മൾ ഈ അതമുള്ളതുകൊണ്ട് വലിയ ഇടങ്ങാറാണ്. കുറ്റിപ്പുറം സംഭവം, കുറ്റിപ്പുറം അറിയാത്തവരാണല്ലോ. പാവപ്പെട്ട സക്കാഫിമാരെന്ന് 50,000 1 ലക്ഷവും 2 ലക്ഷവും 5 ലക്ഷവും ഒക്കെ വാങ്ങിയിട്ട് കുറ്റിപ്പുറത്ത് അബ്ദുന്നൂർ എന്ന് പറയുന്ന ഇവരുടെ അഖിലേന്ത്യാ ഓർഗനൈസർ സ്ഥാപനം നടത്തി കോടികൾ പിരിച്ചെടുത്തു. ആ ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചാരാ? സാക്ഷാൽ കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാർ അല്ലേ? ഉസ്താദ് ഉദ്ഘാടനം ചെയ്തു. കുട്ടികൾക്ക് വലിയ സന്തോഷമായി. അഖിലേന്ത്യാ ജമിയത്തുലമയുടെ ജനറൽ സെക്രട്ടറി, അഖിലേന്ത്യാ ഓർഗനൈസ് സെക്രട്ടറിയുടെ ഓഫീസ് ഉദ്ഘാടനം ചെയ്തെങ്കിൽ പിന്നെ ഒരല്പം പോലും സംശയിക്കാനല്ലോ. കുട്ടികൾ കൊണ്ടുപോയി കൊടുത്തു. 50,000 ഒരു മാസത്തിൽ കൊടുത്താൽ 50,000 രൂപ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാസം 5,000 രൂപ കിട്ടും. അപ്പൊ സക്കാഫികൾ ജോലി അടക്കല്ലേ?
പണക്കാരിട്ടില്ലല്ലോ, പള്ളിയില്ലല്ലോ അവിടെ. അപ്പൊ പിന്നെ ഭാര്യന്റെ സ്വർണ്ണം കൊണ്ടുപോയി പണയം വെച്ചിട്ടും വിറ്റിട്ടുമായിട്ട് 50, 1 ലക്ഷം, 2 ലക്ഷം കൊണ്ടുപോയി കൊടുത്തു. മാസം 10,000 കിട്ടും, 15,000 കിട്ടും, 20,000 കിട്ടും. സുഖമായി ബൈക്ക് കൊടുത്തിട്ട് സകല സ്ഥലത്ത് പിത്തന SSF ഇങ്ങനെ ഉണ്ടാക്കി നടക്കും ചെയ്യാം. ആരും ചൊറയില്ല. വളരെ എളുപ്പമുള്ള പരിപാടിയായി അല്ലേ? അതിന് കാന്തപുരത്തിന്റെ എല്ലാ അവസാനമുണ്ടായിരുന്നു, പിന്തുണയുമുണ്ടായിരുന്നു. കാന്തപുരം തെക്കോട്ട് എവിടെ പോകുമെങ്കിലും കുറ്റിപ്പുറത്ത് കയറി അബ്ദുന്നൂറിന്റെ ഓഫീസിലിരിക്കും. ഓഫീസിന്റെ ഭക്ഷണം കഴിക്കും, ഡ്രസ്സ് മാറ്റി കഴിയുന്നതും അബ്ദുന്നൂറിന്റെ ആഡംബര കാറിലായിരുന്നു കാന്തപുരം അബൂബക്കർ സഞ്ചരിച്ചിരുന്നത്. കണ്ടെങ്കിൽ അബ്ദുന്നൂർ കാന്തപുരത്തിന്റെ മുന്നിൽ അദ്ദപ്പുള്ളൊരു കുട്ടിയെ പോലെ നിൽക്കുന്നത് എന്താ ബന്ധം? നമ്മൾ കൊടിഞ്ഞു മുഖാമുഖത്തിൽ ഒരു വക്കീൽ ചോദിക്കാൻ വന്നു. വക്കീൽ പറഞ്ഞു, എനിക്ക് ഉസ്താദിനെ കുറിച്ച് നല്ല വിശ്വാസമാണ്, ഉസ്താദ് നല്ല, എനിക്ക് ഉസ്താദിനെ തെറ്റിദ്ധരിക്കണമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ നമ്മൾ കുറ്റിപ്പുറത്ത് സംഭവത്തിന് ചോദിച്ചു, അബ്ദുന്നൂറിനെ കാന്തപുരം അറിയില്ലേ ചോദിച്ചു. അദ്ദേഹത്തിന്റെ മറുപടി ചിലപ്പോൾ അറിഞ്ഞോളുന്നില്ല. ഞാൻ ചോദിച്ചു, അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി, അഖിലേന്ത്യാ ഓർഗനൈസ് സെക്രട്ടറി അറിയില്ലേ ചോദിച്ചു. അങ്ങനെ ബന്ധമുള്ളത് എനിക്കറിയില്ല. പാവങ്ങളാണ് ഈ പ്രവർത്തകന്മാർ, അറിയാതെ പെട്ടുപോകുന്നവരാണ്. അദ്ദേഹത്തിന് അവസാനം സത്യം ബോധ്യപ്പെട്ടു. നിങ്ങൾക്ക് ആ സീഡിൽ കാണാൻ കഴിയും. ഏലം അബ്ദുന്നൂറിന്റെ ഓഫീസിൽ പോയി പലപ്പോഴും പങ്കെടുക്കാറുള്ള കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരോട് അബ്ദുന്നൂർ പിടിയിലായപ്പോൾ പത്രക്കാരെ ചോദിച്ചു, നിങ്ങൾ ഒറ്റപ്പെട്ട, നിങ്ങളോട് ഏറ്റവും ബന്ധമുള്ള അബ്ദുന്നൂർ പിടിയിലായിട്ടുണ്ടല്ലോ, അബ്ദുന്നൂറുമായിട്ട് നിങ്ങൾക്ക് ഈ വിഷയത്തിൽ പങ്കുണ്ടോ? അപ്പൊ കാന്തപുരത്തിന്റെ മറുപടി, ഞാൻ അങ്ങനെ ഒരാളെ തന്നെ അറിയില്ല. അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി, ഓർഗനൈസ് സെക്രട്ടറി അറിയില്ല. ഇപ്പൊ SKSന്റെ ജനറൽ സെക്രട്ടറി ഓണംപള്ളി മുഹമ്മദ് വൈസി, SKSന്റെ സെക്രട്ടറിയാണ് റഫീഖ് അഹമ്മദ്. ഓണംപള്ളി പറയാണ്, എനിക്ക് റഫീഖ് അഹമ്മദിനെ അറിയുന്നില്ല. എന്താണ് ഈ പറയുന്നത്? ജനറൽ സെക്രട്ടറിക്ക് തന്റെ കീഴിലുള്ള സെക്രട്ടറി അറിയില്ല. നോക്കി നിങ്ങൾ പത്രസമ്മേളനത്തിൽ അയാള് പച്ചക്കളവ് ഞാൻ പറയില്ല, പച്ച പൊള്ള് പറയണോ നിങ്ങൾ? എനിക്ക് അങ്ങനെ ഒരാളെ തന്നെ അറിയില്ല. എനിക്ക് അങ്ങനെ ഒരാളെ തന്നെ അറിയില്ല. ഉസ്താദിന്റെ മുമ്പിൽ നൂറിങ്ങനെ നിൽക്കണം, നിങ്ങൾ നോക്കി ഉസ്താദ് ഇങ്ങനെ പറയണം, നിങ്ങൾ കേൾക്കി തന്നെ അറിയില്ല. എനിക്ക് അങ്ങനെ ഒരാളെ തന്നെ അറിയില്ല. അപ്പൊ പത്രക്കാർ ചോദിച്ചു, അല്ല ഉസ്താദ്, ഈ കുറ്റിപ്പുറത്ത് അബ്ദുന്നൂറിനെ ഞങ്ങൾ ചോദിക്കുന്നത് പറഞ്ഞു. അത് പറഞ്ഞല്ലോ. അപ്പൊ ചോദിച്ചു, കുറ്റിപ്പുറം എവിടെയാണ്? അത് ബംഗാളിൽ ഉസ്താദേ, ഇവിടെ ഒന്നുമല്ല. നിങ്ങൾക്ക് ആ വൈക്കില്ല പരിചയം ഉണ്ടാവില്ലല്ലോ. കേട്ടോളേ, കുറ്റിപ്പുറം എവിടെയാണ്? നിങ്ങൾ പണ്ട് കേരള യാത്രന്റെ പ്രഖ്യാപനം നടത്തിയില്ലേ, അവിടെയാണ് ഈ കുറ്റിപ്പുറം എന്ന സ്ഥലം. മൂപ്പർക്ക് അതും അറിയില്ല, പാവം. എന്നിട്ട് മൂപ്പർക്ക് എന്താ പേര്, എന്താ ഇതിന്റെ പേരുകൾ പറഞ്ഞത്? മൂപ്പർക്ക് അബ്ദുന്നൂർ പോയിട്ട് ആളെ അക്ഷരം പോലും പറയണില്ല. കേട്ടോ, പ്രതിയെ തന്നെ അറിയില്ല. പാവം, അങ്ങനെ പ്രതിയെ തന്നെ അറിയില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. പച്ചക്കള പറയാൻ ഒരു മടിയില്ലാത്തൊരു മനുഷ്യൻ. എന്നിട്ട് അയാളെ തരം താഴ്ത്തല് മുത്തുനബിയെ തരം താഴ്ത്തും പോലെയാണ് നമ്മുടെ നാട്ടുകാരൻ. ഇയാൾ മാദിഹെ റസൂലല്ല, മാദിഹെ കാന്തപുര. ഇയാളെ സീഡിമ എഴുതിച്ചിരിക്കുന്നു, മാദിഹെ റസൂൽ. എന്ത് മതിഹയാള് മുത്തുനബി അവസ്ഥ എന്താ? ഏത് ഔലിയാക്കൾ അറിയണം? ലോകാടിസ്ഥാനത്തിൽ ഔലിയാക്കൾ. അതിൽ ആരൊക്കെയുണ്ട്? ഷെയ്ഖുണ്ട്, റിഫായി ഷെയ്ഖുണ്ട്, അജ്മീർ ഷെയ്ഖുണ്ട് അടക്കമുള്ള ലോകത്ത് കഴിഞ്ഞുപോയ പേർ ഔലിയാക്കൾ, മശായിഖുമാർ, അക്താബീങ്ങൾ, അബ്ദാലീങ്ങൾ, മുജബായിങ്ങളുള്ള ഈ ഔലിയാക്കൾ ഷൂറയിലെ പ്രധാന അംഗമാണ് അദ്ദേഹം. ആര് പറഞ്ഞ? നമ്മളോ അപ്പിട്ട് പറഞ്ഞ. എന്നാ ഉസ്താദ് ഇത് കണ്ടോളി. കാന്തപുര ഉസ്താദ് അബ്ദുന്നൂറിനെ അറിയില്ല എന്നല്ലേ പറഞ്ഞത്? അബ്ദുന്നൂറും കാന്തപുര ഉസ്താദും ഒരേ വാഹനത്തിൽ സഞ്ചരിക്കുന്നു. ആരെ വാഹനമാ? അബ്ദുന്നൂറിന്റെ ആഡംബര കാറാണ്. കടപ്പുറത്തൊരു പ്രോഗ്രാമിൽ രണ്ടുപേരും വന്ന് പങ്കെടുക്കുന്നു. രണ്ടുപേരും കാറിന്റെ ബേക്ക് സീറ്റിലിരിക്കുന്നു. ഒരു ഭാഗത്ത് ഉസ്താദ്, ഒരു ഭാഗത്ത് അബ്ദുന്നൂർ. വരട്ടെ വേണ്ടി പുറപ്പെട്ടില്ലേ? ഈ വാഹനത്തിലാണ് കാന്തപുരത്തിയ അബൂബക്കർ മുസ്ലിയാരും
അബ്ദുന്നൂർ വന്നിറങ്ങണം. ഇത്രത്തോളം ബന്ധമുണ്ടായിട്ട് ഈ വാഹനം നമ്മൾ കാണിച്ചു കൊടുത്തു, പത്രക്കാർക്ക് പോലും കാണിച്ചു കൊടുത്തു. അതൊക്കെ ചോദിച്ചപ്പോൾ കാന്തപുരം ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. രണ്ടുപേരും ഒരുമിച്ചൊരു വാഹനത്തിൽ വന്നിറങ്ങുന്നു, ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നു. ഇങ്ങനൊക്കെ ഉണ്ടായിട്ട് ഇവർ ചോദിക്കാണ്. കാന്തപുരം ചോദിക്കുക, ഏതാണ് ഈ അബ്ദുന്നൂർ? എന്താ പേര് പറഞ്ഞത്? ഏതാണ് അപ്രതി? കുറ്റിപ്പുറോ? അതെവിടെയാണ്? എന്റെ മുസ്ലിമീങ്ങളെ, എങ്ങനെ ഇതൊക്കെ ഉൾക്കൊള്ളാൻ കഴിയും? നമുക്ക് എങ്ങനെ ഒരു വിശ്വാസിക്ക് ഉൾക്കൊള്ളാൻ കഴിയും? എന്നിട്ട് ഇയാളാണത്രേ ഔലിയാക്കളിലെ മുഷാവറിലെ പ്രധാനങ്ങൾ. ഇതൊക്കെ നമ്മൾ വല്ലാതെ പറഞ്ഞപ്പോൾ ബാപ്പുട്ടിൽ ഇപ്പൊ തിരുത്തിട്ടോ. ഇപ്പൊ പുള്ളിൽ എന്താറിയോ, ഔലിയാക്കൾ ഒരു മുഷാവറിന്റെ ഒരു അംഗാണ് ഉസ്താദ്. പ്രധാന അംഗൊക്കെ പോയി പണ്ട് പറഞ്ഞെന്താ, അജ്മീറിലെ കാജയോട് ചോദിച്ചു, കാജ ഞങ്ങൾ ഉസ്താദിന്റെ സ്ഥാനം എന്താ? നമ്മൾ രണ്ട് വിഷയം അന്ന് പകരനോട് പറഞ്ഞത് എന്ത്, നിങ്ങൾ ആ കാജ ഉളി നിർത്തണം. ഇത് കാജ പിടിയത്തെ കാജല്ല, ഇത് അജ്മീർ ഷെയ്ഖാണ്. നിങ്ങളെ കളിക്ക് പറ്റുന്ന സാധനമല്ല. ഉസ്താദിനെ പറയുമ്പോഴോ മുമ്പ് ഉസ്താദ്, കാന്തപുരം ഉസ്താദ്, ഷെയ്ഖുറാനൊക്കെ പറയാ. അജ്മീർ ഷെയ്ഖിനെ പറയുമ്പോഴോ കാജാനോട് ചോദിച്ചപ്പോ കാജ പറഞ്ഞു, കാജ കാജ കാജ. അത് പറയുന്നത് നമ്മൾ പറഞ്ഞു. ഇപ്പൊ ഉസ്താദ് അൽഹംദുലില്ലാഹ് മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പൊ ഉസ്താദ് അറിയാതൊന്ന് അജ്മീർ ഷെയ്ഖിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞപ്പോൾ അസ്തഗ്ഫിറുല്ലാഹ്. അവിടെ ഞങ്ങൾ എസ്കേസിന്റെ ഇടപെടൽ മെച്ചുണ്ടായില്ലേ? നിങ്ങൾ പറയും. പറയട്ടെ. CP അബ്ദുൽ ഖാദർ മുസ്ലിയാർ, അല്ലാഹുവിന്റെ ഖബർ സ്വർഗമാക്കട്ടെ, അദ്ദേഹം എന്നോട് പറഞ്ഞു, ഹാജാ തങ്ങളെ സ്വപ്നത്തിൽ കണ്ടത്രേ. അദ്ദേഹം ഹാജാ തങ്ങളോട് കണ്ണുകള് കാജാ തങ്ങളെ അന്ന് പഴയ ക്ലിപ്പിൽ എന്താ കജ 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 പോട്ടെ. തങ്ങളോട് അജ്മീറിൽ നിന്ന് ചോദിച്ചു, AP ഉസ്താദിന്റെ സ്റ്റേജ് ഏതാണെന്ന്. എന്നോടത് CP ഉസ്താദ് തന്റെ വീട്ടിൽ നിന്ന് പറഞ്ഞതാ. അപ്പൊ ഹാജാ തങ്ങൾ പറഞ്ഞത്രേ, റുക്കുനു മിൻ അർക്കാനിൽ ഇസ്ലാം, ഇസ്ലാമിന്റെ ഒരു നെടുന്തൂണാണ്. അപ്പൊ ഉസ്താദ് ഇസ്ലാമിന്റെ നെടുന്തൂണാണ്. ഉസ്താദ് മാറി ഇസ്ലാമിന് പൊളിഞ്ഞാടുന്നു. ഇരിക്കട്ടെ. CP ഉസ്താദ് തിരിച്ചു ചോദിച്ചത്രേ, പറഞ്ഞത്രേ, അത് ഞങ്ങൾക്കറിയാം, അതല്ല ചോദിക്കുന്നത്. സൂഫിയാക്കളെ രംഗത്ത് വല്ലതിലും AP ഉസ്താദ് ഉണ്ടോ, ഞങ്ങളെ ഉസ്താദ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ ഷെയ്ഖുനാണ് ചോദിക്കുന്നത്. അപ്പൊ അദ്ദേഹം അജ്മീർ ഷെയ്ഖിനെ കുറിച്ച് അദ്ദേഹം എന്ന് പറഞ്ഞപ്പോഴേക്കും ആര് മുമ്പ് കാജ കാജ എന്ന് പേരെടുത്ത് പറഞ്ഞ നമ്മുടെ കാന്തപുരത്തിന്റെ മാതിഹായ സ്വപ്നജീവി. ഞാൻ അങ്ങനെ ഒന്നും പറയാൻ എനിക്ക് താല്പര്യമില്ല. നമ്മുടെ ഹയവാനുൽ മനാം അദ്ദേഹം പറയാണ് അസ്തഗ്ഫിറുല്ലാഹ് അലീം. നിങ്ങൾ ആലോചിച്ചു, വല്ലാത്ത മാറ്റല്ലേ നമ്മുടെ ഇടപെടലുണ്ടായത്. പറയട്ടെ, ഇനി കാന്തപുരത്തിന് എന്താ സ്ഥാനമുള്ളതെന്ന് പറയട്ടെ. ഹാജാതങ്ങൾ പറഞ്ഞത്രേ, പിന്നെ അതെ, ഔലിയാക്കളെ ഒരു ശൂറയുണ്ട്, ഒരു സംഘമുണ്ട്, അതിലൊരു മെമ്പറാണ് നിങ്ങളുടെ ശൈഖുന. നിങ്ങൾ ഒരു മെമ്പറുള്ളൂ. ആദ്യം പറഞ്ഞ സ്വപ്നത്തിൽ എന്തായിരുന്നു? മുഷാവറയിലെ ശൂറയിലെ പ്രധാന അംഗമാണ് AP ഉസ്താദ്. അന്നങ്ങനെ ഉണ്ടാക്കിയത്. സുബ്ഹാനല്ലാഹ്, എന്തൊക്കെയാ പറഞ്ഞുണ്ടാക്കിയത്. പറഞ്ഞു കാടുകേറി പറഞ്ഞു പോയില്ലേ എന്റെ പ്രിയപ്പെട്ട സസബുകാരാ. സുന്നത്ത് ജമാഅത്ത് നിരക്കാത്ത വാദങ്ങൾ പോലെ നിങ്ങൾ ഉസ്താദോട് തട്ടിവിട്ടില്ലേ? സുന്നത്ത് ജമാഅത്ത് നിരക്കുന്ന വാദങ്ങളാണോ അദ്ദേഹം പ്രസംഗിച്ചു പോയത്? നമുക്ക് വേദനയല്ലേ? എന്തൊക്കെ സ്വപ്നങ്ങൾ പറഞ്ഞു, അതൊക്കെ അവിടെ ഇരിക്കട്ടെ, നമുക്ക് സഹിക്കാമായിരുന്നു. അല്ലെ, എന്തൊക്കെ സ്വപ്നങ്ങളാ. ഒരാൾക്ക് വേറെ വന്നു, മുത്തനബിനത്ത് പോയപ്പോ നബി പറഞ്ഞത്രേ, നേരെ പോയി കൊടുക്ക് സ്ഥാനത്തേക്ക്. മെഡിക്കൽ കോളേജിൽ എന്താ പറഞ്ഞത്ര ജില്ലാശുപത്രി പോയി പറഞ്ഞത്. മെഡിക്കൽ റസൂലുള്ളാഹിന്റെ അടുത്ത് എത്തിയപ്പോ റസൂൽ പറഞ്ഞിട്ടുണ്ട്, പറ്റൂല, നേരെ എവിടേക്ക് പോയിക്കോ, മർക്കസ്ക്ക് പോയിക്കോ, വയറുവേനുണ്ടായപ്പോ. എന്തൊക്കെയാ പറഞ്ഞത്? ഇയാളെ സ്വപ്നത്തിന്റെ കുറെ ഭാഗങ്ങൾ ഒരുപാട് സ്വപ്നം കണ്ടുവച്ചു ഇയാൾ പറയണത് ഒരുപാടുണ്ടത്രേ. ഉസ്താദ് ഇപ്പൊ പറയണ്ടെന്ന് പറഞ്ഞിട്ട് ഇവർ പറയണില്ല. ഒരുപാട് കണ്ടുവച്ചിട്ടുണ്ടല്ലോ. കേൾക്ക് നിങ്ങൾ, ഇദ്ദേഹം പറഞ്ഞു കേട്ടോളൂ ഒരു വയറുവേന്റെ കഥ. തിരിച്ചുപോയി. 2 വർഷത്തോളം ജോലി ചെയ്തതിനു ശേഷം വയറിന് വേദന വീണ്ടും വന്നു. അദ്ദേഹം എന്നോട് പറയുന്നു, വയറിന് വേദന വന്നു, ഒരു പരിഹാരവുമില്ല. ഒരാള് പറഞ്ഞു, നിങ്ങൾ ഒരു 19 ദിവസം ബിസ്മി കൊണ്ടുള്ള ഒരു ദിക്ർ പറഞ്ഞു കൊടുത്തു. അതെങ്ങനെ എനിക്കറിഞ്ഞൂടാ. അയാളത് ഇല്ലാത്ത പറയല്ലേ, സക്കറിയ പറഞ്ഞാൽ ഇല്ലാത്ത പറയല്ലേ, എങ്ങനെ മുമ്പ് അറിയാം?
അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം ചോദ്യം കേട്ടോ, പിന്നെ ടിക്കറ്റിന്റെ വിഷയത്തിൽ അങ്ങനെ ഉണ്ടായത്. നമ്മൾ ചോദിച്ചു ആരാണ് ആ ടിക്കറ്റിന്റെ ആള്, ഇന്നവർക്ക് ആളെ പേര് പറഞ്ഞിട്ടില്ല. ഇതിപ്പോ അങ്ങനെ തന്നെ, ഒരാൾ ഗൾഫിൽ പോയി. അയാള് ഗൾഫിൽ പോയിട്ട് ആൾക്ക് വേറാനുണ്ടായി. അപ്പോ റസൂലുള്ളാഹിന്റെ ഹദറത്ത് പോയിട്ട് ബിസ്മി കൊണ്ടൊരു പണിയെടുക്കാൻ പറഞ്ഞത്. അതെന്താ പണി മൂപ്പർക്കും അറിയില്ല, പറയട്ടെ. ചെല്ലാൻ വേണ്ടി അറബിയോട് സമ്മതം ചോദിച്ചു. മദീനയിൽ പോയി ചെല്ലണം. അറബി പറഞ്ഞു, പോയിക്കോ, എന്റെ രോഗല്ലേ. 19 ദിവസം മദീനയിൽ നിന്നു. മദീനയിൽ അദ്ദേഹം 19 ദിവസം നിൽക്കുമ്പോൾ പല അനുഭവങ്ങളും ഉണ്ടായതായി അവരെന്നോട് പറഞ്ഞു. അക്കൂട്ടത്തിൽ പറഞ്ഞു, എനിക്ക് റസൂലുള്ളാഹി അതാ മദീനയിൽ നിന്ന് കാണിച്ചു തരുന്നു. മർകസ് സഖാഫത്ത് സുന്നിയ എന്ന കോളേജ്, അതിൽ സ്വഹീഹുൽ ബുഖാരി. സഹോദരന്മാരെ, 700ഓളം പണ്ഡിതന്മാർക്ക് ലോകപ്രസിദ്ധ ഗ്രന്ഥമായ സ്വഹീഹുൽ ബുഖാരി AP ഉസ്താദ് ക്ലാസ് എടുക്കുന്നത് എനിക്ക് റസൂലുള്ളാഹി കാണിച്ചു തന്നു. എന്നിട്ട് എന്ത് മദീനത്തിങ്ങനെ ഇരിക്കുമ്പോൾ റസൂലുള്ളാഹി കണ്ടോ മർകസ് സഖാഫത്ത് സുന്നിയ 700ഓളം കുട്ടികൾക്കതാ ഉസ്താദ് ദർശനത്തിന് സ്വഹീഹുൽ ബുഖാരി. നീ അവിടെ പോയി പറഞ്ഞോ, നീ അവിടെ പോയിട്ട് ദുആ ചെയ്യിപ്പിക്കുക. എവിടെ പോയിട്ട് മദീനത്ത് ദ്വാരന്നിട്ടൊന്നും കാര്യമില്ല മോനെ, നീ എവിടെ പോയിക്കോ, മർകസ് സഖാഫത്ത് സുന്നിയ പോയിക്കോ. എന്നിട്ടോ അദ്ദേഹം എന്നിട്ട് വന്നതാ നാട്ടിൽ. എന്നിട്ട് ആ സഹീൽ ബുഖാരിന്റെ ക്ലാസ്സിൽ പോയി ദുആ ചെയ്യിപ്പിച്ചിട്ട് ചാലിയത്ത് വന്ന് അദ്ദേഹം ഞങ്ങളെ സദസ്സിൽ നിന്ന് ദുആ ചെയ്യിപ്പിച്ചു. എന്നിട്ട് എന്നോട് അവിടെ നിന്നും മാറിയില്ല, അതിലും വലിയ ശരി പുറത്താ. ചാലിയത്ത് നമ്മൾ ഒരു സ്ഥലത്തുണ്ട്, അവിടെ വന്നോട് ദ്വാരിപ്പിച്ചു മാറി. സാധാരണ ഇവിടുന്ന് അങ്ങോട്ടാ പോകലേ, ഇതൊക്കെ ബ്രദറിൽ അറിയുള്ളൂ. അവിടെ നിന്നിട്ട് എന്തൊക്കെ കഥകളാ നിങ്ങൾ പറഞ്ഞുണ്ടാക്കിയത്, അതൊക്കെ ഞങ്ങൾ ഒരു പരിധിവരെ ക്ഷമിച്ചേക്കാം, സഹിച്ചേക്കാം. പക്ഷേ നിങ്ങൾ പറഞ്ഞവർ നിന്റെ പ്രിയപ്പെട്ട സസഫുകാരാ, നിന്റെ സ്വപ്നജീവി എന്തൊക്കെ പറഞ്ഞുപോയി. പുണ്യനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് വരെ ഇല്ലാത്ത പലതും പറഞ്ഞുണ്ടാക്കി നമ്മൾ ക്ഷമിച്ചിട്ടുണ്ട്. പക്ഷേ അവിടെ നിന്നും വിട്ടുപോയി സുന്നത്ത് ജമാഅത്തിന് പോലും ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒട്ടേറെ ആദർശങ്ങളല്ലേ അദ്ദേഹം പറഞ്ഞു പറ്റിച്ചത്. എന്നൊക്കെ പറഞ്ഞു. ഉസ്താദിനെ വലുതാക്കാൻ വേണ്ടി എന്താ ചെയ്ത്, അള്ളാനെ ചെറുതാക്കല് അല്ലേ. പണ്ട് കോട്ടുമ്പൽ ഉസ്താദ് പറഞ്ഞത്രേ, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു കാന്തപുരത്തിന് കേൾക്കുമ്പോഴൊക്കെ അല്ലാഹു അക്ബർ കൊണ്ട് ഇനി എന്ത് പറയരുത്, AP അല്ലാഹു ആണെന്ന് പറയുന്ന ഒരവസ്ഥ ഉണ്ടാവരുത്, AP അബൂബക്കർ അക്ബർ ആണെന്ന് പറയുന്ന ഒരവസ്ഥ ഉണ്ടാവരുത്. അവിടേക്ക് എത്തിയില്ലേ. എന്തേ പറഞ്ഞപ്പോൾ ഇയാൾ ലാസ്റ്റ് ഏറ്റവും ഒടുവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യം ചെയ്യണമെങ്കിൽ ഉസ്താദ് അറിയാതെ ചെയ്യൂല പറഞ്ഞില്ലേ. എത്ര വേദന നമുക്ക്. എന്താണ് പറഞ്ഞ വാക്കിന്റെ അർത്ഥങ്ങൾ ആലോചിച്ചു. പടച്ച തമ്പുരാൻ ഒരു കാര്യം ഇവിടെ ചെയ്യണമെങ്കിൽ ഉസ്താദ് അറിയണം. ഇവിടെ മഴ പെയ്യണമെങ്കിൽ പടച്ചം വിളിച്ചു വയ്ക്കും, മർകസ് സഖാഫത്ത് സുന്നിയിലേക്ക് മഴ പെയ്യിപ്പിക്കട്ടെ. നല്ല അവിടുന്ന് കിട്ടുന്ന മറുപടിക്കനുസരിച്ചുകൊണ്ട് പടച്ചോടെ ചെയ്യുക. നിത്താക്കാത്തൊക്കെ അങ്ങനെ തന്നെയാണല്ലോ. പിന്നെ എന്തിനാ അവസ്ഥ നിങ്ങൾ ഗവർണർക്ക് അപേക്ഷ കൊടുക്കാൻ പോയത്? നിങ്ങൾ അറിയാതെ ഒരു നിത്താക്കാത്ത് ഇവിടെ ഉണ്ടാവില്ലല്ലോ, ഒരു വത്തനിയും നിത്താക്കാത്ത ഒന്നും ഉണ്ടാവില്ലല്ലോ. കേട്ടോളൂ നിങ്ങൾ അയാളെ പ്രസംഗിച്ചത്. എത്ര വേദന. ഏത് നന്മ ഇപ്പൊ നടക്കുന്നുണ്ടോ സുന്നത്ത് ജമാഅത്തിന്റെ പേരിൽ, അതിൽ നിന്നൊരു വിഹിതം ഉസ്താദിന്റെ ഏടിലുണ്ടായിരിക്കും. അല്ലാഹു ആ നേതൃത്വത്തിന് ദീർഘായുസ് നൽകുമാറാകട്ടെ. ഉസ്താദ് അറിയാതെ ഞാൻ അള്ളാഹു താല ഇവിടെ ഒന്നും ചെയ്യുന്നില്ല. എന്ത് ഉസ്താദ് അറിയാതെ അള്ളാഹുവിനോടൊന്നും ചെയ്യൂല. നിങ്ങൾ ആലോചിച്ച് നോക്കി, നിങ്ങൾ എന്തൊക്കെ പറയാം. എന്താ ഒരു സുന്നിയായ ഒരു വ്യക്തി പറയേണ്ടത്? വിശ്വസിക്കേണ്ടതിന്റെ ചെറിയ ചെറുപ്പക്കാരാ, അറിയാതെ പെട്ടുപോയ ദൂരത്ത് നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന SSFകാരാ, ഇത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ പ്രിയപ്പെട്ട SSFന്റെ പ്രവർത്തകരെ ചോദിക്കട്ടെ, ഒരു സുന്നി വിശ്വസിക്കേണ്ടത് എന്താ? ലോകത്താരെന്ത് ചെയ്താലും എല്ലാം പടച്ച തമ്പുരാൻ അറിഞ്ഞിട്ടാണ് ചെയ്യുന്നത്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അളീം. ഇതല്ലേ ഒരു സുന്നിയുടെ വിശ്വാസം?
അങ്ങനെയല്ലേ ഒരു സുന്നി വിശ്വസിക്കേണ്ടത്? പുണ്യ നബിയെക്കുറിച്ച് പോലും ഖുർആൻ പറഞ്ഞുണ്ട്, നബിയേ വമാ റമൈത ഇദ് റമൈത വലകിന്നല്ലാഹ റമാ. ഇല്ല നബിയേ, അങ്ങെറിഞ്ഞപ്പോൾ അങ്ങെറിഞ്ഞിട്ടില്ല നബിയേ, വലകിന്നല്ലാഹ റമാ. എങ്കിലും അള്ളയാണ് എറിഞ്ഞത് നബിയേ, അള്ളയാണ് എറിഞ്ഞത് നബിയേ. നബിയുടെ പ്രവർത്തനത്തെക്കുറിച്ച് പോലും അല്ല പറയുന്നില്ല, അത് നബിയുടെ പ്രവർത്തനമല്ല, അല്ല അറിഞ്ഞിട്ടാ. ഒരു കാര്യം ഉദ്ദേശിക്കണമെങ്കിൽ പോലും പടച്ച തമ്പുരാൻ ഉദ്ദേശിക്കാൻ സാധ്യമല്ല. ഇവർ പറഞ്ഞതോ അങ്ങനൊന്നുമല്ല. ഉസ്താദ് അറിയാതെ അല്ലാത്തവരോടൊന്നും ചെയ്യൂല. ഉസ്താദ് അറിയാം. ഇത് പറഞ്ഞു എന്ന് മാത്രമല്ല കൂട്ടരെ, ഇതിനെ വ്യാഖ്യാനിച്ചു പറയും. എങ്ങനെ വ്യാഖ്യാനിച്ചു? ഇവരെ കൂട്ടത്തിൽ വിദ്വാൻ ചെറുശ്ശേരിസ്ഥാനെ കൈ പിടിച്ച് മുത്തിയത് അവലോകന പ്രാക്ടിക്കൽ അവലോകനായിരിക്കും. എന്ത് ഞാൻ സമസ്തയെ ഇങ്ങനെ എതിർത്ത് പ്രസംഗിക്കുക എന്നതിന്റെ, സമസ്തയെ ഒരാൾ എതിർത്ത് പ്രസംഗിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥയെ എതിർത്തുള്ള പ്രസംഗിക്കുമ്പോൾ അവരനുകൂലിച്ച് എങ്ങനെ പ്രസംഗിക്കണം എന്നൊരു അവലോകന പ്രസംഗം നടത്തുകയാണ് ഞാനത്. ആ സീഡിയാണ് ഇവർ വിതരണം ചെയ്തത്. ഞങ്ങൾ പോയിട്ട് പാണക്കാട്ടെ തങ്ങൾക്ക് എന്നതും ചെറുശ്ശേരി ഉസ്താദിനെ കയ്യൊക്കെ പിടിച്ച് മുത്തിയത് അവലോകന. അതെന്തവലോകന? നിങ്ങൾ ഓരോ ക്ലിപ്പും ഞങ്ങളുടെ കയ്യിലുണ്ട്. അവ്വൽ മുതൽ ആഖിർ വരെ നിങ്ങൾ സംസാരിച്ച എല്ലാ ഫോൺ കോളും ഞങ്ങളുടെ കയ്യിലുണ്ട്. വിശാലമായി വന്നവർക്ക് ഞങ്ങൾ പൊട്ടമാറുന്നല്ല, ഒക്കെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. വേണ്ടി വന്നാൽ ഞങ്ങളൊക്കെ പുറത്തു വിടും. അവലോകന പ്രസംഗം നടത്തി. ആ നൗഷാദ് അസ്രി കാന്തപുരത്തിന് വേണ്ടി എന്ത് നെറികേടും ന്യായീകരിക്കാൻ ഒരു മടിയുമില്ലാത്തിരുന്ന വ്യക്തി. അയാളെന്താ പ്രസംഗിച്ചത്? പകര പറഞ്ഞതിനെ അയാൾ ന്യായീകരിച്ചു. കാരണം ഇയാൾ ചോട്ട ഹസനിയാണ്, അയാൾ മറ്റുള്ള ബഡ ഹസനിയാണ്, പകരക്കാരൻ. പിന്നെ പകരക്കാരൻ പറഞ്ഞതിന് ചോട്ട ഹസൻ എന്തായാലും ന്യായീകരിക്കണമല്ലോ. അപ്പൊ അദ്ദേഹം പറഞ്ഞറിയോ, ഉസ്താദ് പറഞ്ഞതിൽ ഒരു തെറ്റില്ല. ഏത് പറഞ്ഞത്? കാന്തപുരം ഉസ്താദ് അത് അള്ളാത്തോടൊന്നും ചെയ്യില്ലെന്ന് പകരക്കാരനെ ഹസനെ പറഞ്ഞതിൽ ഒരു തെറ്റില്ലെന്ന് നൗഷാദ് ഹസനി. കേൾക്കും, നിങ്ങൾ പറയട്ടെ. പറഞ്ഞ എന്താണ്? ഏപ്പിസ്റ്റാത് അറിയാതെ നീ അതൊന്നും ചെയ്യില്ല. അതല്ല പറഞ്ഞത്, നിങ്ങൾക്ക് തിരിയാതെ പോയതാണ്. നമുക്ക് തിരിഞ്ഞിട്ടില്ല. എന്നാ തിരിഞ്ഞ മൂപ്പനാര് പറയട്ടെ. അതൊരു വലിയ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം ചർച്ചയാണോ ചെയ്യേണ്ടതെന്ന് ഞങ്ങൾ തീരുമാനിച്ചോളാം. അതിന്റെ ഗൗരവമൊക്കെ ഞങ്ങൾ ആലോചിച്ചോളാം. അത് വിഷയമാക്കാണ്ടല്ലോ എന്ന് പറഞ്ഞാൽ മതി. പറയട്ടെ. അത് നമ്മൾ സാധാരണ പറയുന്ന ഒരു വാക്കാണ്. ഇപ്പൊ ഞാൻ പറയാണ്, എന്റെ വീട്ടിൽ ഞാൻ അറിയാതെ ഒന്നും നടക്കൂല. ഒരു സാധാരണ പറഞ്ഞല്ലേ, വലിയ ഇപ്പൊ പറയില്ലേ, അത്രേ ഉള്ളൂ. ഇപ്പൊ ഞാൻ പറയാം, എന്റെ വീട്ടിൽ ഞാൻ അറിയാതെ നടക്കൂല, അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. എന്റെ ഭാര്യയോ എന്റെ മക്കളുടെ കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയണ എന്നിട്ട് തീരുമാനം മാറ്റം പറഞ്ഞാൽ ഭാര്യ മക്കൾ മാറ്റും, അത്രേ ഉള്ളൂ. അള്ളാഹു ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ കാന്തപുരം പറയുന്നു ആ തീരുമാനം മാറ്റണം, അല്ല മാറ്റിയിരിക്കും, അത്രേ ഉള്ളൂ. അതാണ് പകരം പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ള അറിഞ്ഞത്. നമുക്ക് അത്ര മനസ്സിലായില്ല. പറയട്ടെ. മുസ്ലിം ലീഗില് കുഞ്ഞാലിക്കുട്ടി സാഹിബ് അറിയാതെ ഒന്നും നടക്കൂല, അല്ലേ? SKSF അമ്പലക്കട പറയാതെ ഒന്നും നടക്കൂലട്ടോ. പറഞ്ഞില്ലേ, നമ്മൾ സാധാരണ പറയുന്നില്ലേ ഇതൊക്കെ? ഇത്രേ ഉള്ളൂ.